സാധാരണക്കാരൻ അല്ലെങ്കിൽ ഏതൊരു ഫാമിലിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സ്വപ്നമാണ് വീട് എന്നുള്ളത്. അതെ, ഫസ്റ്റ് അത് തന്നെയാണ് എല്ലാവരും പ്രയോറിറ്റി കൊടുക്കുന്നത്. നിങ്ങൾ പകുതി പൈസ മതി, നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ പൂർത്തീകരിക്കും, അത് കഴിഞ്ഞിട്ട് 50 മാസം സമയം തരുന്നുണ്ട്, തവണകളായിട്ട് അടച്ചാൽ മതി എന്നുള്ളതാണ്. ഇതിലേറ്റവും അട്രാക്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശരഹിതം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു പുതുതായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കസ്റ്റമറിന് ബെനിഫിറ്റ് ആണ് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത്. ബൈറ്റ് ഹോംസ് ഫോർ എന്ന ബ്രാൻഡിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് കസ്റ്റമേഴ്സ് വിശ്വസിക്കുന്നുണ്ട് ഫസൽ റഹ്മാൻ്റെ വാക്കുകളിലായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് വ്യാപിക്കും തോറും എല്ലായിടത്തും നമ്മുടെ പ്രസൻസ് സാന്നിധ്യം എത്താൻ പറ്റുമോ? അത് പോസിബിൾ ആണോ? ഈ 250-300 പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടേക്ക് എത്താന്നുള്ളത് പോസിബിൾ അല്ല. കാരണം അവർ കസ്റ്റമറെ മീറ്റ് ചെയ്യാന്ന് പോലും പോസിബിൾ അല്ല. കാരണം ഇതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യാൻ നമുക്ക് ആപ്ലിക്കേഷൻ കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. കസ്റ്റമറിന് നല്ല രീതിയിൽ ബെനിഫിറ്റ് അവരൊരു സ്വപ്നമാണ് വീട് എന്നുള്ളത്. അത് ഈ പെട്ടെന്ന് ഒരു 1 ഇയർ കൊണ്ട് അല്ലെങ്കിൽ തീർത്ത് കൊടുക്കുക. കാരണം മറ്റേതാകുമ്പോൾ ഒരു പകുതി എമൗണ്ട് വെച്ചിട്ട് അത് പിന്നെ അതവിടെ കയറിയിരിക്കുകയാണ്. കാരണം അവരടുത്ത് ബാലൻസ് തീർക്കാൻ വേണ്ടില്ല. അല്ലെങ്കിൽ ബാക്കിക്ക് പിന്നെ ബാങ്ക് ലോണിന് സമീപിക്കുകയാണ്. ഒരു ബാങ്ക് ലോൺ എടുക്കുന്ന സംബന്ധിച്ച് ഡബിൾ അല്ലെങ്കിൽ 3 ഇരട്ടിയൊക്കെ അവർ പിന്നെ പലിശ ജീവിതകാലം മുഴുവൻ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജപ്തിയും അറ്റാച്ച് ചെയ്യുന്നുള്ളൊരു പേടി അവർക്കുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ പക്ഷെ പേടി ഉണ്ടാവില്ല. കാരണം ആ ലെവലോട്ട് നമുക്ക് കഴിയില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം നമ്മൾ ഫിനാൻസ് കമ്പനിയോ കാര്യങ്ങളൊന്നുമില്ല, നമ്മളൊരു നോർമൽ കൺസ്ട്രക്ഷൻ കമ്പനി മാത്രമാണ്. ശരിക്കും വീടൊരു അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡെഡ് മണിയാണോ? വീട് എന്നുള്ളത് നമ്മളെ ഫണ്ടിനനുസരിച്ചിട്ട് മാത്രം കാണാം. കാരണം നമ്മൾ അധ്വാനത്തിൽ സമ്പാദ്യത്തിൽ നിന്ന് മാറ്റി വെക്കുമ്പോൾ നമുക്ക് ഭാവിയിൽ അത് ഗുണകരമായിട്ട് നമ്മൾ സമ്പാദ്യം എത്രയാണോ അതിൽ നിന്ന് വീടുണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ കുറേ ലോൺ എടുത്തിട്ട് പിന്നെ അത് അടക്കാൻ കഴിയില്ലെങ്കിൽ കുറേ ജപ്തി ചെയ്ത് പോകുന്നു, അതിലോട്ട് പോകരുതെന്നാണ് ഞാൻ ഏതൊരു കസ്റ്റമർ സാഹചര്യം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉണ്ടാക്കാം. നമുക്ക് ഒരു ഫാമിലിക്ക് എത്ര ജീവിക്കാൻ എത്ര സ്ക്വയർ ഫീറ്റ് വേണം അതിനനുസരിച്ച് കൂടെ മറ്റുള്ളവൻ്റെ വീട് കണ്ടിട്ട് ആഡംബരം ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചെയ്യാതെ. ജനനത്തിനും മരണത്തിനും ഇടയിൽ നിന്റെ സ്വപ്നങ്ങളിൽ വലുപ്പമേറിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പേരും പറയുന്ന ഉത്തരവുണ്ട്, സ്വന്തമായൊരു വീടെന്നായിരിക്കും. അത്തരത്തിൽ നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. പേര് ഫസൽ റഹ്മാൻ, സംരംഭം ബൈറ്റ് ഹോംസ് ഫോർ. നമസ്കാരം. നമസ്കാരം. എന്നൊരു പക്ഷേ ഈ ആൽഫ്രഡ് മാർഷലിൻ്റെ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് എത്രത്തോളം ഡിമാൻഡ് കൂടുന്നു അല്ലേ അതിനനുസരിച്ചൊരു വാല്യൂ കൂടുന്നു എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ എല്ലാ മനുഷ്യനുള്ളൊരു സ്വപ്നമായിരിക്കും, കുറേയേറെ സ്വപ്നങ്ങളിൽ കുറച്ചുകൂടി എളുപ്പമേറിയതായിരിക്കും തീർച്ചയായിട്ടും വീട് എന്നുള്ളത്. അവൻ്റെ ആവശ്യകതയെ മനസ്സിലാക്കിയും അതിൻ്റെ സാധ്യത മനസ്സിലാക്കിയിട്ട് തന്നെയായിരുന്നു ആക്ച്വലി ഇങ്ങനൊരു സംരംഭം തുടങ്ങി വെച്ചതെന്ന് ചോദിച്ചോട്ടെ ആദ്യം. ആണ് തീർച്ചയായും ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഏതൊരു ഫാമിലിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സ്വപ്നമാണ് വീട് എന്നുള്ളത്. ഫസ്റ്റ് അത് തന്നെയാണ് എല്ലാവരും പ്രയോറിറ്റി കൊടുക്കുന്നത്. അതിനു വേണ്ടി തന്നെയാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു പകുതി മാറ്റി വെക്കുന്നതിലൂടെ ഇത്രയും വലിയൊരു സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത്. ഈ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്ന് എന്നുള്ളതും ഏറ്റവും വലുപ്പമുള്ള സ്വപ്നവും വീടെന്ന് പറയുമ്പോൾ തന്നെ ഈ കാലം മാറുന്നതിനനുസരിച്ച് അവൻ്റെ ചിന്തകളിൽ മാറ്റം വന്നിട്ടുണ്ട്. അതായത് വീട്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡെഡ് മണിയാണ്. ഇത് ജീവിതകാലം മുഴുവൻ ലോൺ എടുത്തും അത് വീട്ടിയും പൈസ എടുത്തിട്ട് എന്തിനാണ്, അതായത് താൽക്കാലികമായിട്ട് വാടകക്കാരായി നിന്നാൽ മതി എന്നൊരു ചിന്തയിലേക്ക് മനുഷ്യൻ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ സാധ്യതകൾ ഇത്ര മങ്ങുന്നുണ്ടോ ശരിക്കും? മലയാളികളെ സംബന്ധിച്ചൊരു വീട് എന്നുള്ളൊരു വികാരം തന്നെയാണ്. ഒരു സംബന്ധിച്ച് വീടില്ലാത്തവരെ സംബന്ധിച്ച് ഒരു പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. കാരണം വീട് എന്നുള്ളത് അതൊരു വികാരം തന്നെയാണ് അവരെ സംബന്ധിച്ച്. ഒരു വീടില്ലാത്തവരെ കുറിച്ചാണെങ്കിലും അതൊരു സ്വപ്നമാണ് ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന പരസ്യങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ചില ചതികളുണ്ട് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പരസ്യങ്ങളിൽ ഭയങ്കരമായിട്ട് അതിൻ്റെ രസം തോന്നും, അതിൻ്റെ ഓഫർ കേട്ട് നമ്മുടെ കിളി പോകുന്ന പരസ്യങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ അവസാനം പറയുന്നൊരു കാര്യമുണ്ട്, കണ്ടീഷൻസ് അപ്ലൈ എന്നുള്ളതല്ലേ, നിബന്ധനകൾക്ക് വിധേയം എന്നുള്ളതാണ്. അത്തരത്തിൽ നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ എന്താണ് ശരിക്കും? നമ്മൾ ഓൾറെഡി എല്ലാ ഇതിലും ഇൻ്റർവ്യൂ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എല്ലാ കണ്ടീഷൻസും കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തന്നെ പറയാറുണ്ട്. ഒരു പരസ്യത്തിൽ ചിലപ്പോൾ അങ്ങനെ കൂടുതൽ ചില പരസ്യങ്ങൾ ചെയ്യാറുണ്ടാവും പല ബിൽഡേഴ്സും. കാരണം എല്ലാം സംബന്ധിച്ച് റീച്ചിന് വേണ്ടിയിട്ടോ സ്റ്റാർട്ടിങ് നമ്മളെ സംബന്ധിച്ച് ലീഡ്സ് വരിക എന്നുള്ളതാണ്. അപ്പോൾ റീച്ചിന് വേണ്ടിയിട്ടോ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ പറയാറുണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്നാലും നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് കണ്ടീഷൻസ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ശരിക്കും പകുതി വിലയ്ക്ക് വീട് സ്വന്തമാക്കാം, ഇതാണ് എൻ്റെ ഏറ്റവും ക്യാച്ച് ആയിട്ടുള്ള സാധനങ്ങൾ. പക്ഷേ അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ പകുതി പൈസ മതി, നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ പൂർത്തീകരിക്കും, അത് കഴിഞ്ഞിട്ട് 50 മാസം സമയം തരുന്നുണ്ട്, തവണകളായിട്ട് അടച്ചാൽ മതി എന്നുള്ളതാണ്. ഇതിലേറ്റവും അട്രാക്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശരഹിതം എന്നുള്ളത് തന്നെയാണ്.
അപ്പോൾ എവിടെയാണ് നിങ്ങളുടെ ലാഭം എവിടെ ഇരിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് ഇത്രയും ബൾക്കായിട്ടുള്ളൊരു വർക്കാണ് വരുന്നത്. ലാഭം ഇല്ല എന്നല്ല, ലാഭം അത്യാവശ്യം ഉണ്ട്. ലാഭം ഇത്രയും ഏകദേശം ഒരു മന്ത്ലി ഒരു 50ഓളം വർക്ക്, 30 to 50 പ്രൊജക്ട്സ് മന്ത്ലി നമുക്ക് കയറുന്നുണ്ട്. അതിന്റെ പ്രോഫിറ്റ് മന്ത്ലി 30 to 50 പ്രൊജക്ട് നടക്കുന്നുണ്ട്. ഓ ഓക്കെ. അതിന്റെ അത്രയും ഒരു ബൾക്കായിട്ടുള്ള വർക്ക് കയറുന്നതോട് ഒരു ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് കാര്യങ്ങൾ അതിലൂടെ റോളിങ് വരുന്നുണ്ട്. കൂടാതെ അതിൽ അത്യാവശ്യം പ്രോഫിറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു പ്രോഫിറ്റ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലെവിടെയാണ് ശരിക്കും ഈ പരസ്യത്തിൽ പറയുന്ന പോലെ ഇതിൽ 20% സബ്സിഡി കൊടുക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതെവിടെയാണ് സംഭവിക്കുന്നത് ശരിക്കും? നമ്മളെ സംബന്ധിച്ച് ഈ ഒരു കസ്റ്റമർ EMI സ്റ്റാർട്ട് ചെയ്തിട്ട് 50 മാസത്താണ് EMI വരുന്നത്. ഇൻ കേസ് അത് ഒരു വർഷം കൊണ്ട് ഫുള്ളായിട്ട് എമൗണ്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 20 അല്ലെങ്കിൽ 50% നമുക്ക് സബ്സിഡി അങ്ങനെയാണ്. അതായത് ഈ ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കുകയാണെങ്കിൽ മാത്രം EMI ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാം. അതല്ലെങ്കിൽ നോർമൽ എമൗണ്ട് കാര്യങ്ങൾ വരുന്നത്. 50 തവണ അടയ്ക്കുന്നതിൽ ഈ സബ്സിഡി ഇല്ല. ഇല്ല. അതായത് ഒരു വർഷം കൊണ്ട് നിങ്ങൾ പൂർത്തീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. യെസ്, നമ്മൾ ചിലത് പറയാറുണ്ട്, നിങ്ങൾ റൊക്കം ക്യാഷ് റെഡി ക്യാഷ് തരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. അത്തരത്തിൽ ഇത്തരം EMI 50 മാസത്തെ EMIകൾ ആവശ്യമില്ല, ഒരു വർഷത്തിനുള്ളിലും അടയ്ക്കാൻ നിൽക്കുന്നില്ല, കൈയോടെ നിങ്ങൾക്ക് റെഡി ക്യാഷ് തരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ ഓഫർ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് നോർമൽ എമൗണ്ടിൽ 8% ഡിസ്കൗണ്ട് കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. ഓക്കെ. നമ്മൾ റൈറ്റിൽ നിന്ന് 8% റെഡി പേയ്മെൻറ്റ് കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഉണ്ട്. ഈ ഇത്രയും കാല താമസം പലിശരഹിതമായിട്ട് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ കണക്കാക്കുന്ന പൈസ സ്ക്വയർ ഫീറ്റിന് കൂടുതലുണ്ടോ കമ്പാരിറ്റീവ്ലി മറ്റു വാങ്ങുന്നവരിൽ നിന്ന് നിങ്ങൾ ഈടാക്കുന്ന പൈസ സ്ക്വയർ ഫീറ്റിന് കൂടുതലാണോ? നമ്മൾ നോർമലി വരുന്ന റേറ്റ് തന്നെയാണ് നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. നമ്മൾ ഏകദേശം ബഡ്ജറ്റ് പാക്കേജുകൾ വരുന്നത് 1850 മുതലാണ് നമ്മൾ പാക്കേജുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് മാർക്കറ്റിൽ അന്വേഷിച്ചാൽ മതി ഏകദേശം എന്താണ് വരുന്ന റേറ്റ് എന്നുള്ളത്. ഒരു കോൺട്രാക്ടേഴ്സിൻ്റെ എല്ലാം നമ്മൾ റേറ്റ് എടുക്കേണ്ട ഒരു ബിൽഡേഴ്സ്, നോർമൽ ബിൽഡേഴ്സ് കാര്യങ്ങൾ ഇന്ന് എങ്ങനെയാണ് കേരളത്തിലുള്ള റേറ്റ് ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. 1850 രൂപ ഇതിലാണ് നമ്മൾ പാക്കേജുകൾ. അത് നോർമലി പുറമെ ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ചെയ്യുന്നവർക്ക് അതേ കോട്ടിൽ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും എന്നുള്ള സാധനം. അപ്പോൾ അവിടെ ശരിക്കും പെർസെൻറ്റേജ് കൂടുന്നൊന്നുമില്ല. ഇല്ല. ഈ നമ്മൾ ഈ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഈ 3000 സ്ക്വയർ ഫീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്യം ടാക്സ് അടയ്ക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 3000-നുള്ളിൽ മാക്സിമം അല്ല, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി മാക്സിമം അതിനുള്ളിൽ ഒതുക്കാൻ നോക്കാറുണ്ട്. നിങ്ങളുടെ ഈ ഓഫറിന് ഈ സ്ക്വയർ ഫീറ്റിൻ്റെ പരിമിതി ഉണ്ടോ? അതല്ല എന്നുണ്ടെങ്കിൽ എത്രത്തോളം വേണമെങ്കിലും ഈ ഓഫറിൽ ചെയ്യോ? പകുതി പൈസ നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് വരാണെങ്കിൽ ചെയ്യാം. മിനിമം സ്ക്വയർ ഫീറ്റ് നമുക്ക് ലിമിറ്റേഷൻ വരുന്നുണ്ട്. 1000 സ്ക്വയർ ഫീറ്റ് എങ്കിലും മിനിമം വേണം. ഓക്കെ. അതാണ് നമ്മുടെ കണ്ടീഷൻ വരുന്നത്. സ്ക്വയർ ഫീറ്റ് നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും ചെയ്യാം. ഈ സാധാരണ രീതിയിലേക്ക് അങ്ങനെയാണ് പറയുക. ഇപ്പോൾ തീരെ ഒട്ടും പൈസ ഇല്ലാത്തവർ പഞ്ചായത്തിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്രൂവൽ കിട്ടാൻ വേണ്ടി നിൽക്കും. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 3000 സ്ക്വയറിനുള്ളിൽ ഒതുക്കാൻ നോക്കും. കാരണം അതിനവിടെ നിന്ന് അങ്ങോട്ട് പണിയുള്ള പൈസ മാത്രമല്ല, തുടർന്ന് അങ്ങോട്ടുള്ള അവൻ്റെ ടാക്സും കൂടുതലായിരിക്കും എന്നുള്ളതുകൊണ്ട്. പക്ഷെ നമ്മുടെ ഈ ഓഫർ അത്രത്തോളം സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് ബാരിയർ ഒന്നുമില്ല. ഇല്ല, എല്ലാവർക്കും ഇത് ഒരുപോലെ ഉണ്ട്. ഇത് എവിടെ അത്തരം ഒരു ചിന്തയിലേക്ക് വരുന്നത് എപ്പോഴാണ് ശരിക്കും സാധ്യത കാണുന്നത്? കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഏകദേശം 8 വർഷത്തോളമായി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു പുതുതായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കസ്റ്റമറിന് ബെനിഫിറ്റ് ആണ് നമ്മൾ ആദ്യം ഉദ്ദേശിക്കേണ്ടത്. ബ്രാൻഡ് എത്രത്തോളം വരണമെങ്കിൽ അത് ലീഡ്സ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഇത്രയും ഇത് വരണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കസ്റ്റമർ ഒരു ബെനിഫിറ്റ് ഉള്ള രീതിയിൽ വേണം. കസ്റ്റമറിന് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ചിന്തിച്ച് നോക്കിയപ്പോഴാണ് കൂടുതൽ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഇത്രയും ടൈം പീരീഡിൽ അവർക്ക് വർക്ക് തീർക്കാൻ കഴിയുന്നില്ല. കാരണം ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഒരു 8 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ട് ഇത്രയും ഒരു 20 lakh അല്ലെങ്കിൽ 30 lakh അവർ അത്രയും എമൗണ്ട് എടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവരെ സംബന്ധിച്ച് ഒരു പകുതി എമൗണ്ടൊക്കെ എവിടുന്നില്ലൊക്കെ കണ്ട് പിന്നെ അത് സ്ട്രക്ചർ കഴിഞ്ഞിട്ട് ആ വീട് അവിടെ നിൽക്കുകയാണ്. കൂടുതൽ വർക്ക് നമ്മൾ കാണുന്നുണ്ടാവും പല നമ്മുടെ ഏരിയയിലൊക്കെ. സ്ട്രക്ചർ കഴിഞ്ഞ് പിന്നെ അവരുടെ അടുത്ത് ഫിനിഷിങ്ങിന് ഫണ്ട് വരുന്നില്ല. കാരണം അവരുടെ അടുത്തുള്ള ഫണ്ട് കാര്യങ്ങൾ അത് കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ കൂടുതൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ കൂടുതലും എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും കൂടുതൽ പ്രശ്നങ്ങൾ ഇത് തന്നെയാണ്. അപ്പോൾ അതിനെങ്ങനെ ഓവർകം ചെയ്യാമെന്നാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മൾ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു വർക്ക് കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അതിലൂടെ എങ്ങനെ റോളിങ് ചെയ്ത് ഈ ഒരു വർക്കും കൂടി ഇവരെ സംബന്ധിച്ച് കസ്റ്റമറിന് ബെനിഫിറ്റ് ആയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇതിലോട്ട് കൊണ്ടുവന്നത്. ഓക്കെ. ഇതിൽ കൂടുതൽ പേരും നമ്മളിപ്പോൾ വീടെന്ന സ്വപ്നം ഇപ്പോൾ എല്ലാവരും കയ്യിൽ പൈസ ഉണ്ടായിട്ട് ചെയ്യുന്നവരായിരിക്കില്ല. അപ്പോൾ വീടെന്നുള്ള സ്വപ്നം കാണുന്നേക്കാൾ മുമ്പ് ലോൺ എങ്ങനെ എടുക്കാമെന്നുള്ളതായിരിക്കും ആദ്യം ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിന് കുറേ പേപ്പേഴ്സ് വർക്കുണ്ട്, കുറേ പിന്നാലെ നടക്കണം, നമ്മുടെ ചെരുപ്പ് തേയും, സമയം നഷ്ടമാവും. ഇത് കഴിഞ്ഞിട്ടാണ് അവസാനം ലോൺ കിട്ടുക. ആ ലോൺ കിട്ടുന്നതിന് തന്നെ കുറേ കണ്ടീഷൻസ് വരുന്നുണ്ട്, അതിന് ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ അപ്രോച്ച് ചെയ്യുന്ന രീതികൾ എത്രത്തോളം ഡിഫിക്കൽട്ടാണ് നിങ്ങളിലേക്ക് എത്താനുള്ള ഡോർ? ഒരു ബാങ്കിനെ സംബന്ധിച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ ഇങ്ങനെ പോലെ 2-3 മാസം ഇതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. കാരണം അതിൻ്റെ ലോണ് കാര്യങ്ങൾ, അതിൻ്റെ സിവിൽ സ്കോർ ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് സിവിൽ സ്കോർ ഉണ്ടാവില്ല.
മിഡിൽ ക്ലാസ് കാര്യങ്ങൾ അതെ, ഇത്രയും നാളെ നടക്കണമെന്നുള്ളത് മാത്രമല്ല എലിജിബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സിവിൽ സ്കോർ കാര്യങ്ങൾ അവർ പിന്നെ അറിയുന്ന ഡോക്യുമെന്റ്സ് ആ കാര്യങ്ങൾ ഉണ്ടാവില്ല. സാധാരണക്കാരനെ സംബന്ധിച്ച് ഉണ്ടാവില്ല. ഗവൺമെന്റ് സ്റ്റാഫ് കാര്യങ്ങൾ ഇവർക്കൊക്കെ ഉണ്ടാവുള്ളൂ. ഇവർ പറഞ്ഞ ഡോക്യുമെന്റ്സ് അതല്ലെങ്കിൽ ഇവർ പറഞ്ഞ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ അത്രയും ഹ്യൂജ് ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. അല്ലെങ്കിൽ എടുക്കുന്ന എമൗണ്ടിൻ്റെ 2 അല്ലെങ്കിൽ 3 ഇരട്ടിയോളം നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടും കാര്യങ്ങളായിട്ട്. അങ്ങനെ വരുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് ഇവിടെ ആകുമ്പോൾ അതൊന്നും ആവശ്യം വരുന്നില്ല. സിവിൽ സ്കോർ ആയാലും ഒറിജിനൽ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് വരുന്നത് നാച്ചുറൽ ഓട്ടോ ഡെബിറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിൽ സിവിൽ സ്കോറിൻ്റെ ആവശ്യമില്ല. അത് നമുക്ക് 1 വീക്ക് കൊണ്ട് തന്നെ നമുക്ക് അവർ കസ്റ്റമറെ സംബന്ധിച്ച് പ്ലാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതല്ലെങ്കിൽ പ്ലാൻ മുതൽ ഉള്ള കാര്യങ്ങൾ ഇവിടുന്ന് ചെയ്യാം. അതിന് യാതൊരു ഡിലേ കാര്യങ്ങളും നമ്മൾ വരുന്നില്ല. ഓക്കെ, നമ്മൾക്ക് എല്ലാ അർത്ഥത്തിലും നമ്മൾ ലോക്ക് ചെയ്യുന്ന രീതിയിലേക്കാണ് ബാങ്കിൻ്റെ ഇടപെടലുകൾ വരിക. നമ്മൾ ഇത്ര നാൾ നടന്നു, അവർക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുക്കണം. നമ്മൾ സിവിൽ സ്കോറിന് മാത്രമല്ല നമ്മളിൽ നിന്ന് തിരിച്ച് പൈസ അടച്ചാലും തിരിച്ച് ഈടാക്കാനുള്ള വകുപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വരെ ആയിരിക്കും ബാങ്ക് കൊടുക്കുന്നത്. എന്നിട്ട് വരെ കൂടുതലുണ്ടാവുന്നത് തിരിച്ചടയ്ക്കാൻ പറ്റാത്തതും അല്ലെങ്കിൽ ജപ്തി ചെയ്യുന്ന കേസുകളും ഒക്കെ നമ്മൾ കുറേ കേൾക്കുന്നുണ്ട്. ഇത്രത്തോളം ഡോക്യുമെൻറ്റ്സ് ഇല്ല, ഭയങ്കരമായിട്ട് ഈസിയായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ എവിടെയാണ് നിങ്ങളുടെ ഒരു ഗ്യാരണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉറപ്പാണ് കിട്ടുക ആളുകളിൽ നിന്ന് പൈസ അടയ്ക്കുന്നുള്ളത്? നമ്മൾ സ്റ്റാർട്ടിങ് ജസ്റ്റ് ഒരു എൻക്വയറി നടത്തുന്നുണ്ട്. അവരെ സംബന്ധിച്ച് EMI എമൗണ്ട് എത്രയാണ് വരുന്നത് അവരെ കൊണ്ട് അടക്കാൻ കഴിയുന്നുള്ളത് ജസ്റ്റ് കമ്പനിയെ സംബന്ധിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രം മതി. പിന്നെ ഏതൊരു സ്വപ്നമാണ് വീട് എന്നുള്ളത് അതിൽ കൂടുതൽ നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ EMI അടക്കാത്തൊരു കേസ് വന്നിട്ടില്ല. ചില കേസുകൾ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ 1-2 മാസം ചിലപ്പോൾ അങ്ങോട്ടും വരാം. നോർമൽ ഒരു മാനസിക പരിഗണന വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അതല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ വന്നിട്ടില്ല. ഇപ്പോൾ പലിശ വാങ്ങുന്നില്ല, നിങ്ങൾക്ക് ഇത്ര കാലതാമസം തരുന്നുണ്ട് എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നേരെ തിരിച്ച് കസ്റ്റമേഴ്സിനൊരു പേടി കയറില്ല. ഇനി ഇവൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ കറക്റ്റാണോ, റോ മെറ്റീരിയൽസ് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാണോ എന്നൊരു ആശങ്ക ഇവരിലേക്ക് വരും. ഈ ആശങ്കയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കുന്ന മറുപടി എന്താ? അതിനാണ് നമ്മൾ വാറണ്ടി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 10 വർഷത്തെ സ്ട്രക്ചറൽ വാറണ്ടി, ക്രാക്ക് ആയാലും ലീക്ക് കാര്യങ്ങൾ എന്തിനായാലും നമ്മളൊരു വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്ട്രക്ചറിന്. അതിലെല്ലാം നമ്മൾ ആദ്യം എഗ്രിമെൻറ്റിൽ പറയുന്നുണ്ട്. എല്ലാം ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ്, ISO സർട്ടിഫൈഡ് മെറ്റീരിയൽസ് ആണ് നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത്. എല്ലാം നമ്മളെ ബ്രാൻഡിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ എഗ്രിമെൻറ്റിലോ പാക്കേജ് കാര്യങ്ങൾ ഇതിന് വെബ്സൈറ്റിൽ ഉൾപ്പെടെ നമ്മൾ പാക്കേജ് കാണിക്കുന്നുണ്ട്. എല്ലാം അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ ചെക്ക് വരുത്തി ഓരോ സ്റ്റേജിന് മുമ്പായിട്ട് നമ്മൾ സ്റ്റേജിൻ്റെ ഡ്രോയിങ് കാര്യങ്ങൾ വരച്ച് കസ്റ്റമറെ കാണിക്കുന്നുണ്ട്. കാണിച്ച് അത് ഓക്കെ ആയിട്ട് മാത്രമാണ് നമ്മൾ ഓരോ സ്റ്റേജ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഓരോ സ്റ്റേജ് കൊടുക്കുന്നത്. ബൈ ചാൻസ് പൈസ തിരിച്ച് കിട്ടിയില്ല, അടച്ചില്ല, പകുതി പൈസ തന്നു, പിന്നെ അവിടെ അങ്ങോട്ട് വീഴ്ച വരുത്തി, എന്ത് ചെയ്യും? നമുക്ക് ലീഗലി പോയില്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല. ലീഗലി പോകാൻ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ള ഡോക്യുമെന്റ്? നമുക്ക് പ്രോമിസറി നോട്ട് മാത്രമാണ് വരുന്നത്. പ്രോമിസറി നോട്ട് കാര്യങ്ങൾ സിവിൽ കേസ് അല്ലാതെ നമ്മൾ ബാങ്കിൻ്റെ രീതിയിൽ പോകാതെ ആ രീതിയിലോട്ടൊന്നും പോകാൻ നമുക്ക് കഴിയില്ല. നമുക്ക് നോർമലി വരുന്ന സിവിൽ കേസ് കാര്യങ്ങൾ ഇത് ചെയ്യാതില്ലാതെ വേറെ ഓപ്ഷൻ വരുന്നില്ല. ഈ ഒരു രീതിയാണ് ഉണ്ട്. അങ്ങനെ ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ധൈര്യം. ഒരു ഏതൊരാളുടെ സ്വപ്നമാണ് വീട് എന്നുള്ളത്. കാരണം അവർക്ക് അങ്ങനെ ചെയ്യാറില്ല. കാരണം അവർ എല്ലാവരുടെയും ഏതൊരാളുടെയും സ്വപ്നമാണ് വീടെന്ന് പറയും. പക്ഷെ നമുക്ക് ഏറ്റവും നമ്മളൊരാളെ ശത്രുവാക്കാൻ ഏറ്റവും നല്ല കാര്യം ആൾക്ക് പൈസ കടം കൊടുത്താൽ മതി എന്ന് പറയാറുണ്ട് നമ്മൾ. അപ്പോൾ ഈ കടക്കാരനെ അല്ല കടം വാങ്ങുന്ന ആൾക്ക് അവൻ്റെ ആവശ്യം വരുമ്പോൾ അത്രത്തോളം നമ്മൾ വെക്കുകയും കാല് വരുന്ന പിടിക്കും. അവൻക്ക് ചിലപ്പോൾ കരഞ്ഞു എന്ന് വരും. അവൻ്റെ ആവശ്യം നടത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇപ്പോൾ അവൻ്റെ ഒരാളുടെ സങ്കടം കേട്ടിട്ട് നമ്മളെ സഹായിച്ച് നമ്മുടെ 1000 സങ്കടം കേട്ടാലും തിരിച്ച് സഹായിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ തിരിച്ച് നമ്മളിത് പറയുന്ന സമയത്ത് ഇതങ്ങ് മാറിയേക്കാം. ഈ മറ്റേ പാലം കടക്കോളം നാരായണ പാലം കിടന്നാൽ കുരാന്ന് പറഞ്ഞ പോലെ മാറിയേക്കാം. അപ്പോൾ അത് ശരിക്കും ചിന്തിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇതുവരെ അനുഭവിക്കാച്ചിട്ടില്ല എന്നുള്ളത് വളരെ നല്ല കാര്യം, സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ശരിക്കും അങ്ങനെ എപ്പോഴെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ടവർക്ക് കൂടിയാണ് പിന്നീട് അവിടെ ഇങ്ങോട്ട് കിട്ടാതെയാവുക അല്ലേ? കാരണം ഇങ്ങനെ ചെയ്യുന്നൊരു മനസ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു ഇത് അലട്ടുന്നില്ല ഒരിക്കലും ഒട്ടും പോലും അല്ലേ? ഇല്ല, തീർച്ചയായില്ല. നമ്മൾ പറഞ്ഞ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള വർക്കിന് അതുകൊണ്ട് ചെറിയ എമൗണ്ട് കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ബാധിക്കാറില്ല. കാരണം 1-2 ക്ലയൻറ്റ് ചിലപ്പോൾ അങ്ങനെ ചെയ്താൽ പോലും ഇത്ര ഹ്യൂജ് ആയിട്ട് അപ്പുറത്തൊരു വർക്ക് ഉണ്ടായത് കൊണ്ട് അതിനങ്ങനെ ബാധിക്കാറില്ല. പിന്നെ അതിൻ്റെ EMI കാര്യങ്ങൾ കുറച്ച് വരുമ്പോഴും പിന്നെ നമ്മൾ ഇത് വരുമ്പോൾ ഇൻ കേസ് കുറേ ക്ലോസ് ചെയ്യും. നമ്മൾ സിവിൽ കേസ് കാര്യങ്ങൾക്കായിട്ട് പോകുമ്പോൾ ഒരു 3-4 മാസം മാക്സിമം അവർ അടക്കാതിരിക്കില്ല അതിൻ്റെ അപ്പുറത്തോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാള സമൂഹം മൊത്തമാണ്, മലയാളക്കാരെ മൊത്തമാണ്. പല ലോകത്തിൻ്റെ പല ഭാഗത്തും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ശരിക്കും കേരളത്തിൽ എല്ലായിടത്തും സേവനം ലഭ്യമാണോ? ഇല്ല, നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് കണ്ണൂർ ടു എറണാകുളം വരെയാണ്. കാരണം അങ്ങനെ ഒരു പരിധി കാരണം എന്താ? കാരണം നമുക്ക് സർവീസ് ബെറ്റർ ആക്കാൻ നമ്മൾ ഫസ്റ്റ്. ഓക്കെ. കാരണം സർവീസ് മോശമായ ഇത്രയും ചെയ്തൊക്കെ പോയി
അതെ കാരണം നമ്മൾ EMI ആണ് ബാക്കി തിരിച്ചുകൊണ്ട് കിട്ടണം. ഓക്കെ കാരണം അത്രയും നല്ലൊരു സർവീസ് കൊടുത്താൽ മാത്രമേ നമുക്ക് പറഞ്ഞല്ലോ ഇപ്പോൾ EMI അടക്കാതിരിക്കുന്നത്. കാരണം അങ്ങനെ EMI അടക്കാതിരിക്കുന്നവർ കൂടുതൽ ഈ സർവീസ് മോശമായതുകൊണ്ടായിരിക്കാം അവർ അടക്കാതിരിക്കുന്നത്. ഏറ്റവും നല്ല സർവീസ് കൊടുക്കാതാണ് ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി. അപ്പോൾ അതിന് നമ്മൾ ഓഫീസുകൾ ഇപ്പോൾ വരുന്നത് മലപ്പുറം, കോട്ടക്കൽ, പെരിന്തൽമണ്ണ, കോഴിക്കോട്, എറണാകുളത്താണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഏരിയകളിലാണ് ഫസ്റ്റ് കൊടുക്കുക. നമുക്ക് പോയി വരാനും എന്തുകൊണ്ടൊന്നും ബെറ്റർ ആയിട്ടുള്ള സ്ഥലം, അത്രയും നല്ല സർവീസ് കൊടുത്താൽ മാത്രമേ നമുക്ക് EMI തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ മാത്രമേ ചെയ്യുന്നത്. അത് കൂടുതലായിട്ട് ഓരോ ഏരിയയിലോട്ട് ചെയ്തു വരും. അതിനത് കുറച്ചുകൂടി വ്യാപിക്കേണ്ടതില്ല. കാരണം ഏകദേശം ഒരു 3 വർഷം പിന്നിടുന്നു, 8 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ ഉള്ളതാണ്. അപ്പോൾ അത് കുറേയും കൂടി പിന്നെ അത് ആവശ്യക്കാർ അത് കൂടി കേരള എന്ന രീതിയിൽ തന്നെ വരും. അതായത് ഫസ്റ്റ് നമ്മൾ സർവീസ് ബെറ്റർ ആക്കി ഓരോ ഏരിയ അതിനനുസരിച്ച് നോക്കി ചെയ്യും. കാരണം ഇതൊരു 8 മാസത്തെ സർവീസാണ് വരുന്നത്. ഒരു വീട് വെക്കുമ്പോൾ അറിയാം ഏകദേശം 10ഓളം ടീം വരുന്നുണ്ട്, ലേബേഴ്സ് 10 ടീമോളം വരുന്നുണ്ട്. അതുപോലെ ഏകദേശം അതിൻ്റെ വെൻഡേഴ്സ് കാര്യങ്ങൾ, അതിൻ്റെ കസ്റ്റമർ, ഇവരെ മാനേജ് ചെയ്യുന്ന ഒരു 8 മാസമാണ് ഒരു പ്രൊജക്റ്റ്. ഒരു സാധനം എടുത്ത് സെയിൽ ചെയ്യുന്ന പോലെയല്ല, നമ്മളൊരു പ്രൊഡക്റ്റ് എടുത്ത് വിൽക്കുന്ന പോലെയല്ല അത്. കാരണം 8 മാസം സർവീസാണ്. അപ്പം അത്രയും ബുദ്ധിമുട്ടുണ്ട്. ഒരു വീട് വെച്ചവനക്കറിയാം, എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കാരണം അത് അങ്ങനത്തെ ഒരു 200-300ഓളം വീട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഹ്യൂജായിട്ട് കേരളത്തിൽ മൊത്തം ചെയ്യുമ്പോൾ അത്രത്തോളം ഇത് വരും, ടെൻഷൻ കാര്യങ്ങൾ വരും. അതിൻ്റെ സർവീസ് മോശമായാൽ, ചില ഏരിയയിൽ മാത്രം മോശമായാൽ പോലും മൊത്തത്തിൽ അതിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തും നല്ലൊരു സർവീസ് കൊടുത്തിട്ട് ബാക്കി ഓരോ ഏരിയ കവർ ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും ഹോംസ് ഫോർ എന്ന ബ്രാൻഡിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് കസ്റ്റമേഴ്സ് വിശ്വസിക്കുന്നുണ്ട് ഫസൽ റഹ്മാൻ്റെ വാക്കുകളിലായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് വ്യാപിക്കും തോറും എല്ലായിടത്തും നമ്മുടെ പ്രസൻസ്, സാന്നിധ്യം എത്താൻ പറ്റുമോ? അത് പോസിബിൾ ആണോ? അത് ഒരിക്കലും പോസിബിൾ ആവില്ലല്ലോ. ഇത്രയും വർക്ക് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ശരിക്കും അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഞാൻ അവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു മേൽനോട്ടം എൻ്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉണ്ടോ? ഇല്ല, കാരണം അത് നമുക്ക് കഴിയില്ല. കാരണം ഇത്രയും കസ്റ്റമർ ഒരുമിച്ച് നടക്കുകയാണല്ലോ അല്ലേ, എല്ലാ ദിവസവും സൈറ്റിൽ പോകേണ്ടി. അതെ, ഈ 250-300 പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടേക്ക് എത്താന്നുള്ളത് പോസിബിൾ അല്ല. കാരണം അവർ കസ്റ്റമറെ മീറ്റ് ചെയ്യാന്ന് പോലും പോസിബിൾ അല്ല. കാരണം ഇതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യാൻ നമുക്ക് ആപ്ലിക്കേഷൻ കാര്യങ്ങൾ നമ്മുടേതായിട്ടൊരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, അതിലൂടെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മളെ പാർട്ണർ ഓപ്പറേഷൻ കാര്യങ്ങൾ പാർട്ണർ തന്നെയാണ് നോക്കുന്നത്. പാർട്ണർ എല്ലാ കസ്റ്റമറായിട്ട് ഡീൽ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഏകദേശം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇതിനെല്ലാം നമുക്ക് നല്ലൊരു സർവീസിന് വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഇത്രയും ക്ലയൻറ്റ് ഓരോ പ്രൊജക്റ്റിനും ഓരോ വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങൾ വെച്ച് നല്ല രീതിയിൽ. ഏകദേശം എത്രത്തോളം സ്റ്റാഫുകളുണ്ട്? ഞാൻ പറയുന്നത് കൺസ്ട്രക്ഷൻ ഫീൽഡിലല്ല, അല്ലാതെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏകദേശം 60ഓളം ഓഫീസ് സ്റ്റാഫുകൾ. ഓഫീസ് സ്റ്റാഫ് തന്നെ 60ഓളം വരുന്നുണ്ട്. ഓക്കെ. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നമ്മുടെ സ്ഥിരം ഏകദേശം 600-700 ലേബേഴ്സ് വരുന്നുണ്ട് ഈ ഒരു സൈറ്റുകളിൽ മൊത്തം. മലയാളികളുണ്ട്, അല്ലാത്തവരുണ്ട്. ഉണ്ട്. ഇത് ഇവരെ തന്നെ തുടർന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ എങ്ങനെ ഈ സിസ്റ്റം വർക്ക് ആവുന്നത്? എങ്ങനെ EMI വരുന്നത്? ഓട്ടോ ഡെബിറ്റ് ആണോ? എങ്ങനെയാണ്? ഓട്ടോ ഡെബിറ്റ് ആണ് വരുന്നത്. ഓട്ടോ ഡെബിറ്റിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ നോർമലിയാണ് വരുന്നത്. ഓട്ടോ ഡെബിറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, വരുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ശരിക്കും ഒരു ബാങ്ക് ത്രൂ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്കി ടാക്സ് പരിപാടികൾ, അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങൾ എങ്ങനെയാണ്? അതിന് ടാക്സ് കാര്യങ്ങൾ അതിൻ്റെ എല്ലാ പേപ്പേഴ്സ് കാര്യങ്ങളും ചെയ്തിട്ടാണ് ഓരോന്ന് ചെയ്തുകൊണ്ട് വരുന്നത്. ഓക്കെ. നോർമലി നമ്മളെ എഗ്രിമെൻറ്റ് കാര്യങ്ങളെല്ലാം കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ലേബർ സർവീസ് കാര്യങ്ങളായിട്ടാണ്. അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ബില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കസ്റ്റമേഴ്സിന് തന്നെ ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട്. ഈ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ കുറച്ച് പൈസയാവും, ചിലപ്പോൾ ഒട്ടും പൈസ ഇല്ലാത്തൊരു ബാങ്ക് ലോൺ കിട്ടി അപ്രൂവലായി ഇത്ര മാസങ്ങൾ നടന്നിട്ടായിരിക്കും വീട് പണിയാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അവിടെയാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇത് വയ്ക്കുന്നത്. അപ്പോൾ ഈ പകുതി പൈസ എന്ന് പറയുന്നത് ആദ്യമേ നിങ്ങളിൽ തരണോ, അല്ലെങ്കിൽ വീട് പൂർത്തീകരിച്ചിട്ടാണോ പകുതി പൈസ തരേണ്ടത്? ഈ പകുതി പൈസ നമുക്ക് ഏകദേശം ഒരു സ്ട്രക്ചറിൻ്റെ വീടിൻ്റെ ഫസ്റ്റ് 6 സ്റ്റേജുകളായിട്ടാണ് അടക്കേണ്ടത്. ഒരു ഫൗണ്ടേഷൻ, അത് കഴിഞ്ഞാൽ ബെൽറ്റ് വർക്ക്, ബ്രിക്ക് വർക്ക്, ലിൻഡൽ അബോ ബ്രിക്ക് വർക്ക്, മെയിൻ സ്ലാബ്, അങ്ങനെ സ്ട്രക്ചറിന് മുമ്പായിട്ടാണ് ഈ ഒരു പകുതി എമൗണ്ട് ഘട്ടങ്ങളായിട്ട് ഓരോ സ്റ്റേജിൻ്റെ അഡ്വാൻസ് എമൗണ്ട്. അതായത് പണി പൂർത്തീകരിക്കണമെങ്കിൽ ഒരു 7-8 മാസം വരുന്നുണ്ടെങ്കിൽ ഒരു 5 മാസം ടൈം പീരീഡിലായിരിക്കും ഈ ഒരു എമൗണ്ട് വരുന്നത്. ബാക്കിയുള്ളതാണ് EMI കാര്യങ്ങൾ വരുന്നത്. ഓക്കെ. ആ ആദ്യത്തെ പകുതി പൈസ എന്ന് പറയുന്നത് തന്നെ ഈ 5 ഘട്ടങ്ങളായിട്ട് ചെയ്താൽ മതി. 6 ഘട്ടങ്ങളായിട്ട് നമ്മൾ പൂർത്തീകരിക്കുന്നത് കാണാൻ പറ്റും നമുക്ക് മുമ്പ്. അങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത്. അപ്പം ഈ അതിൻ്റെ ഇടയ്ക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരില്ലേ, അപ്പം എങ്ങനെ ഡീൽ ചെയ്യും? അപ്പോൾ അത് കസ്റ്റമൈസ്ഡ് ആകുമ്പോൾ നമ്മൾ ഓൾറെഡി ഓരോ പാക്കേജുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാക്കേജ് അവർ സെലക്ട് ചെയ്ത് ഏത് മെറ്റീരിയൽസും മാറ്റങ്ങൾ വരുത്താം. ഇൻ കേസ് ആ മെറ്റീരിയൽസ് മാറ്റം വരുമ്പോൾ ചിലപ്പോൾ റേറ്റ് കൂടാം കുറയാം. കുറയാണെങ്കിൽ കസ്റ്റമർ കുറച്ച് കൊടുക്കും, അല്ലെങ്കിൽ കൂടാണെങ്കിൽ അഡീഷണൽ പേ ചെയ്യണം. ഓക്കെ. നമ്മളെല്ലാം 3-4 പാക്കേജുകൾ വരുന്നുണ്ട്. ബഡ്ജറ്റ്, സ്റ്റാൻഡേർഡ്, പ്രീമിയം, അങ്ങനെ 3 പാക്കേജുകൾ വരുന്നുണ്ട്. ഈ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമ്മളെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതിൽ പാക്കേജ് അവർ സെലക്ട് ചെയ്തിട്ട് ചിലപ്പോൾ ഓരോ കസ്റ്റമറിന് മാറ്റങ്ങൾ വരാം. സ്ട്രക്ചർ വരെ എല്ലാം ഒരേപോലെ തന്നെ വരുന്നത്. ബാക്കി ഫിനിഷിങ്ങിലായിരിക്കും മാറ്റങ്ങൾ വരുന്നത്. ടൈല്,
അതുപോലെ പെയിൻറ്റിങ് കാര്യങ്ങൾ, ഡോർസ്, വിൻഡോസ്, ഈ ഒരു കാര്യത്തിൽ മാത്രം ബാത്റൂം ഫിറ്റിങ്സ്, ഇത്രയും കാര്യങ്ങളായിരിക്കും മെയിനായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം സ്ട്രക്ചർ ഒരേപോലെ തന്നെയാണ് വരുന്നത്. അതിലെന്ത് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ കസ്റ്റമറിന് ചെയ്യാം എന്നുള്ളത്. ഇപ്പോൾ ഈ ഹോം ഫോർ ഹോംലെസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ വളരെ കുറച്ച് എമൗണ്ട് ആയിരിക്കും, ഇത്ര സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിൽ ചെയ്യണം. അപ്പോൾ പലരും ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവദിച്ച സ്ക്വയർ ഫീറ്റ് പണിയും, പക്ഷേ ആ തറ പണിതുള്ളത് അവിടെ വെക്കും ബാക്കി പണിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കോസ്റ്റ് അത്യാവശ്യം നല്ലൊരു മാറ്റം വരും. കാരണം ഒരു 400 സ്ക്വയർ ഫീറ്റ് 420 സ്ക്വയർ ഫീറ്റൊക്കെയാണ് സ്റ്റാർട്ടിങ് ചെയ്യാൻ കഴിയുന്നത്. അത് ചെയ്യുമ്പോൾ ഈ 420 സ്ക്വയർ ഫീറ്റ് ചെയ്യണമെങ്കിലും ഒരു 800 സ്ക്വയർ ഫീറ്റ് ലേബർ കോസ്റ്റ് ഒരേപോലെ തന്നെ വലിയ മാറ്റം വരുന്നില്ല. അത് ചെയ്ത് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും ഈ 400 ചെയ്യുമ്പോൾ ഏകദേശം വീണ്ടും ഡബിൾ കോസ്റ്റ് ലേബറിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിന് നല്ല അത്യാവശ്യം മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ ഫസ്റ്റ് തന്നെ നമ്മൾ പറയാറുണ്ട്, മിനിമം ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിലേ നമ്മളൊരു ഏരിയയിൽ പോയി പറക്കെടുക്കുമ്പോൾ ഈ പറയുന്ന ഈ 1850 സ്ക്വയർ ഫീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതിന് താഴെ വരുമ്പോൾ വീണ്ടും ബഡ്ജറ്റിൽ മാറ്റം വരും. മിനിമം സ്ക്വയർ ഫീറ്റ് പറയുന്നത്. ഈ ഇപ്പോൾ പല സ്ഥലങ്ങളിലാണ് സൈറ്റ് വരുന്നത്, കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ലേബേഴ്സ് ശരിക്കും അതാത് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ലേബേഴ്സ് ഉണ്ടോ, അതല്ലെങ്കിൽ അവിടെ കൊടുന്ന് താമസിപ്പിക്കും? എങ്ങനെയപ്പോൾ അതിൻ്റെ സിസ്റ്റം എങ്ങനെ? നമുക്ക് എല്ലാ ഏരിയയിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള സബ് കോൺട്രാക്ടേഴ്സ് വരുന്നുണ്ട്. നമുക്ക് എല്ലാ ഏരിയയിലും അതാത് ഏരിയയിലുള്ള മലയാളികൾ തന്നെയാണ് എല്ലാം വരുന്നത്. ഓരോ ഏരിയക്കും നമുക്ക് ഓൾറെഡി ഒരു ടീമുണ്ട്, അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മേസ്തിരി കാര്യങ്ങളുണ്ടാവും, അവർക്ക് കീഴിലൊരു ടീം ഉണ്ടാവും. ഈ മെറ്റീരിയൽസ് അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ചിലർക്ക് നമുക്ക് വീട് പണിയുമ്പോൾ ഉണ്ട്, ഞങ്ങൾ തന്നെ വന്ന് നോക്കി കണ്ട് സംതൃപ്തിപ്പെടുത്തി വാങ്ങണം എന്നുള്ള സാധനം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഇത്ര ബഡ്ജറ്റിനുള്ള സാധനങ്ങൾ നമ്മളായിട്ട് കൊണ്ടുവന്ന് വെക്കും, അതിൽ നിങ്ങൾക്ക് കൈകടത്താൻ പറ്റില്ല എന്നുണ്ടോ? മെറ്റീരിയൽസ് തീർച്ചയായും കസ്റ്റമർ ഇതാണ്. കസ്റ്റമർ ഏത് ബ്രാൻഡ് വേണോ, ഏത് ഷോപ്പിൽ നിന്ന് വേണോ അതിനനുസരിച്ച് ചെയ്യാം. നമ്മൾ മെറ്റീരിയൽസ് നമ്മളൊരു ടീം പറയുകയാണെങ്കിൽ അതെല്ലാം കസ്റ്റമർ അറിവിൽ വേറെ ടീമുണ്ട്, അത് ചെയ്യാം. അതൊക്കെ അവരെ ഇഷ്ടമാണ്. നമ്മൾ മെയിനായിട്ട് ലാബേഴ്സ് കാര്യങ്ങളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. മെറ്റീരിയൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഇതിലൊരു പാക്കേജിൽ ഒരു ബ്രാൻഡ് മെൻഷൻ ചെയ്യുന്നുള്ളൂ. ബ്രാൻഡ് അല്ലെങ്കിൽ റേറ്റ്, ആ റേറ്റ് കസ്റ്റമർ ചിലപ്പോൾ അതിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചെയ്യാം, കുറവാണെങ്കിൽ ഇനി അതെല്ലാം കുറഞ്ഞ് കസ്റ്റമറിന് കിട്ടുകയാണെങ്കിൽ കുറഞ്ഞിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് എമൗണ്ട് മാറ്റം വരും. ഇതിൽ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം വെച്ചാൽ ഈ പലരും വീട് പണിത് വിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സമീപിക്കാം. നിങ്ങൾ സമീപിച്ചിട്ട് എന്ത് ചെയ്യാം, പകുതി പൈസ തന്നിട്ട് അവർ നിങ്ങളെന്ന് വീടാക്കിയിട്ട് ഇവർക്കത് മറച്ചു വിട്ട് പൈസ കയ്യിലാക്കാം. നിങ്ങൾക്ക് 1050 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മതി എന്നുള്ളൊരു സാധ്യത ഇവിടെ കിടക്കുന്നുണ്ട്. ഇത്തരം എന്തെങ്കിലും അപ്രോച്ചുകൾ ഉണ്ടാവോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടോ കണ്ടുപിടിക്കോ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവാറുണ്ട്, ചെയ്ത് കൊടുക്കാറുണ്ട്. ചെയ്ത് കൊടുക്കാറുണ്ട്. EMI തിരിച്ച് കിട്ടിയാൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതല്ലേ? അവര് പൈസ കയ്യിലായിക്കോട്ടെ. ഇത് ആക്ച്വലി ചെയ്ത് കൊടുക്കാറുണ്ട്, പക്ഷെ അത് അവരെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളായിരിക്കും തരുന്നത്. എന്തായാലും അവരെല്ലാം അടക്കേണ്ടത്. ശരിക്കും വീടില്ലാത്തവർക്ക് വീടെന്ന സ്വപ്നം മാത്രമല്ല, ഇനി പുതിയ സംരംഭകർക്കുള്ളൊരു അവസരമാണ് കൊടുക്കുന്നത്. കാരണം ഇപ്പം റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് വ്യാപകമായിട്ട് ഇനിയിപ്പോൾ കുറേ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഇങ്ങനത്തെ ഓപ്ഷൻ കൂടിയായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് അനുവദിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം നമ്മളുടെ റിസ്ക് നമ്മൾ എടുത്തിട്ട് വില്ല പ്രോജക്റ്റ് അങ്ങനെ ചെറിയ പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം, സംഭവങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ളത്. ശരിക്കും ഇപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് അത്യാവശ്യം നല്ല വർക്കാണെങ്കിൽ നമുക്ക് കൂടുതൽ വർക്ക്സ് വരും, അതിൽ നിന്ന് കണക്ട് ചെയ്ത് കൂടുതൽ ക്ലയൻറ്റ്സ് വരുന്നു എന്നുള്ള സാധനം. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് ഇത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ എവിടെ ഇത് തോന്നുന്നത്? ഇതിലൊരു നല്ല ഉദ്ദേശമുണ്ടോ? അപ്പോൾ വീടില്ലാത്തവർക്ക് എല്ലാവർക്കും വീട് വരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന അതിനൊപ്പം ഉണ്ടോ, അതല്ലെങ്കിൽ പക്ക ബിസിനസ് മൈൻഡാണോ? എന്താ കൂടുതൽ സംഭവിച്ചത്? രണ്ടുണ്ട്. കാരണം പക്ക നമ്മൾ വീടില്ലാത്തൊരു വീട് എന്ന് പറഞ്ഞാൽ ആ ഒരു മാത്രമല്ല, ഇതൊരു ബിസിനസ്സാണ്. കാരണം അത് മുന്നോട്ട് പോകണമെങ്കിൽ പ്രോഫിറ്റ് കാര്യങ്ങൾ വേണം. ഇത്ര ഏകദേശം 60ഓളം സ്റ്റാഫ് ഉണ്ട്, അതിൽ തന്നെ 700-800ഓളം ലേബേഴ്സ് കാര്യങ്ങൾ, ഇവരൊക്കെ ഫാമിലി ഇതിൽ നിന്നാണ് കഴിയുന്നത്. ഇതിന് പ്രോഫിറ്റ് ഇല്ലാത്തത് മുന്നോട്ട് പോയില്ല. മറിച്ച് നമുക്ക് കസ്റ്റമറിന് നല്ല രീതിയിൽ ബെനിഫിറ്റ്, അവരൊരു സ്വപ്നമാണ് വീട് എന്നുള്ളത്. അത് ഈ പെട്ടെന്ന് ഒരു 1 ഇയർ കൊണ്ട് അല്ലെങ്കിൽ തീർത്ത് കൊടുക്കുക. കാരണം മറ്റേതാകുമ്പോൾ ഒരു പകുതി എമൗണ്ട് വെച്ചിട്ട് അത് പിന്നെ അതവിടെ കയറിയിരിക്കുകയാണ്. ഒരു മെയിൻ സ്ലാബ് അല്ല നമ്മൾ വീട് കണ്ടുണ്ടാവും, തേച്ചിട്ട് നേരെ ഒരു ഫ്രണ്ടിൽ ബാക്കിൽ ഡോർ വെച്ച് അവർ കയറിയിരിക്കുകയാണ്. കാരണം അവരടുത്ത് ബാലൻസ് തീർക്കാൻ വേണ്ടില്ല. അല്ലെങ്കിൽ ബാക്കിക്ക് പിന്നെ ബാങ്ക് ലോണിന് സമീപിക്കുകയാണ്. ഒരു ബാങ്ക് ലോൺ എടുക്കുന്ന സംബന്ധിച്ച് ഡബിൾ അല്ലെങ്കിൽ 3 ഇരട്ടിയൊക്കെ അവർ പിന്നെ പലിശ ജീവിതകാലം മുഴുവൻ അത് അടച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അടക്കുന്ന മൊത്തം നമുക്ക് ഇൻട്രസ്റ്റിലോട്ടാണ് പോകുന്നത്. പക്ഷെ അതെങ്ങനെ ജപ്തിയും അറ്റാച്ച് ചെയ്യുന്നൊരു പേടി അവർക്കുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ പക്ഷെ പേടി ഉണ്ടാവില്ല. കാരണം ആ ലെവലോട്ട് നമുക്ക് കഴിയില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം നമ്മൾ ഫിനാൻസ് കമ്പനിയോ കാര്യങ്ങളൊന്നുമില്ല, നമ്മളൊരു നോർമൽ കൺസ്ട്രക്ഷൻ കമ്പനി മാത്രമാണ്. അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്നത് നമുക്ക് കഴിയുള്ളൂ.
ഓക്കെ. ഈ പലപ്പോഴും ഇത്തരം പദ്ധതികൾ വരേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണെന്നൊക്കെ നമ്മൾ അറിയാതെ ചിന്തിച്ചു അല്ലേ? അപ്പോൾ അത്തരത്തിൽ ശരിക്കും നിങ്ങൾ ഈ ചെയ്യുന്ന ഒരു പ്രവൃത്തി ലാഭമുണ്ട്, പക്ഷേ ആ ലാഭം നിങ്ങൾക്ക് ഈ 50 മാസം സമയം കൊടുത്തില്ലെങ്കിൽ ഈ ലാഭം കിട്ടും, കൊടുക്കേണ്ടതില്ല എന്നുള്ളത്. അപ്പോൾ ഇത്തരം പദ്ധതികൾ അല്ലെങ്കിൽ ഇത്രത്തോളം ഐഡിയ സംഭവങ്ങൾ വരുമ്പോൾ ഗവൺമെൻറ് ഭാഗത്ത് എന്തെങ്കിലും സഹായമോ നിങ്ങളെ സമീപിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെയില്ല, നമ്മൾ സംബന്ധിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്, എല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ. അത്തരത്തിലൊരു പദ്ധതിയെ കുറിച്ചിട്ട് ഒരു പ്ലാൻ വന്നു കഴിഞ്ഞാൽ സഹകരിക്കും? അതായത് ഗവൺമെൻറ് പറയാണ് ഇത്തരം പദ്ധതികൾ ഇത്രയും വീടുകൾ ചെയ്യൂ, ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള രീതിയിലേക്ക് അതിനുള്ള സഹായങ്ങൾ തരാം എന്നുള്ള സാധനങ്ങൾ വരാൻ ഏതൊരു കൺസ്ട്രക്ഷൻ കമ്പനിയെ സംബന്ധിച്ച് ബെനിഫിറ്റുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഉണ്ട്. നിങ്ങളിലൂടെ തുടങ്ങിയൊരു ചിന്ത ഇത് എത്രത്തോളം പേര് ഇപ്പോൾ അനുകരിക്കുന്നുണ്ട്? നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറേ ബ്രാൻഡുകൾ കാണുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ എല്ലാ ബ്രാൻഡുകളും പറയാറ് ഡയറക്റ്റ് കമ്പനിയായിട്ട് കണക്ട് ചെയ്യുമ്പോഴും ഏതൊരു വർക്ക് കൊടുക്കുമ്പോൾ അവരെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കാം. കാരണം എല്ലാ ഫീൽഡിലും നെഗറ്റീവ് കാര്യങ്ങളുണ്ടാവും. നമ്മളിപ്പോൾ ഇനി ഈ ഒരു മേഖല മാത്രമല്ല, നമ്മൾ ഏത് മേഖല എടുത്താലും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരുണ്ട്, അതിൽ നിന്ന് എങ്ങനെ ഫണ്ട് കണ്ടെത്തി അതിൽ സ്കാം കണ്ടെത്തുന്നവരുണ്ടാവും. കാരണം അവർ നമ്മൾ ഏതൊരു കസ്റ്റമറോടും നമ്മൾ ആദ്യം തന്നെ പറയാറ് നമ്മളെ സൈറ്റുകളുണ്ടാവും, അത് ഡയറക്റ്റ് പോയി മീറ്റ് ചെയ്ത് നമ്മളെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമുക്ക് വർക്ക് തരിക എന്നുള്ളതാണ്. കാരണം നമ്മളെക്കുറിച്ച് നമ്മളെ സൈറ്റ് കസ്റ്റമറോട് സംസാരിച്ചാൽ തന്നെ മനസ്സിലാവും. നമുക്കിന്ന് ഏകദേശം 100-300 റണ്ണിങ് പ്രൊജക്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എറണാകുളം ടു കണ്ണൂർ വരെയുള്ള എല്ലാ ഏരിയയിലും നമുക്ക് വർക്ക് ഉണ്ടാവും. ആ സൈറ്റുകൾ പോയി കാണാം, അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് മാത്രം വർക്ക് കൊടുക്കാം. അപ്പോൾ ഏതൊരു കമ്പനിക്ക് വർക്ക് കൊടുക്കുമ്പോഴും അവരുടെ പ്രീവിയസ് പ്രൊജക്റ്റ് കാര്യങ്ങൾ അന്വേഷിക്കുക, അവരെക്കുറിച്ച് അന്വേഷിക്കുക, അവരെത്രത്തോളം ഈ ഫീൽഡിൽ അവർ വർക്ക് അന്വേഷിച്ച് മാത്രം വർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് ഏതൊരു ബ്രാൻഡിന് കൊടുക്കുകയാണെങ്കിലും അനുകരിക്കുന്ന ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും പറയാറ് അവരെക്കുറിച്ച് അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യാന്നുള്ളതാണ്. കാരണം ഒരു നെഗറ്റീവ് വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ബാധിക്കരുത്. കാരണം ഇതേ ഒരു സ്കീമിൽ പുതിയൊരു കമ്പനി വന്നിട്ട് ഇൻകേസ് അതിന് നെഗറ്റീവ് വന്നാൽ ഞങ്ങളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഈ അനുകരണങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒപ്പം അത് ഗുണത്തേക്കാളേറെ ദോഷം നിങ്ങൾക്ക് സംഭവിക്കാം അല്ലേ? ഇപ്പം നിങ്ങൾ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ അതുപോലെ തന്നെ വേറെ ആർക്കും ഒരു പ്രശ്നം വരാത്ത രീതിയിലേക്ക് നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നുണ്ടായിരിക്കും. അവരുടെ നിങ്ങളുള്ള ആ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുന്നുണ്ടാവും. പെട്ടെന്നൊരു പുതിയ കമ്പനി വന്നു, അവർക്ക് പെട്ടെന്ന് ഇതിനെ കൂടെ അല്ലേ എന്ത് വന്ന് ബാധിച്ചാലും കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാലും ഇതെല്ലാം ബാധിക്കുന്നത് കാരണം ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കെടുക്കുന്നത് പ്ലാറ്റ്ഫോംസ് ഫോറാണ്. അപ്പോൾ അത് നിങ്ങളിലേക്ക് അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുള്ള പേടിയുണ്ടോ? ഇല്ലാതില്ല. കാരണം ചില പരസ്യങ്ങൾ കേൾക്കുമ്പോൾ അതിന് മനസ്സിലാവും. ചിലർ നമ്മൾ ചില കോൾ ചെയ്യുമ്പോൾ തന്നെ അറിയാം പകുതി അമൗണ്ട് ഒറ്റയടിക്ക് വാങ്ങുന്നവരൊക്കെ ഉണ്ട്, വാങ്ങുന്നവരൊക്കെ ഉണ്ട്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം കൊടുക്കുന്നവരുണ്ട്. കാരണം ഒരു വീട് എന്നുള്ളവരുടെ സ്വപ്നമാണ്, അപ്പോൾ എങ്ങനെയെങ്കിലും തീരാന്നുള്ളതാണ്. അപ്പം അതിനുവേണ്ടി ഒറ്റ എമൗണ്ട് ഫുള്ളായിട്ട് ആ കമ്പനിക്ക് എടുത്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ പല നമ്മൾ കേൾക്കാറുണ്ട്. ഒക്കെ നമ്മൾ ആദ്യം തന്നെ അവരോട് പറയുന്നത് ഒക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കി അവരെ എഗ്രിമെൻറ്റ് മനസ്സിലാക്കി അവരായിട്ട് പ്രീവിയസ് അവരെ കുറിച്ച് മനസ്സിലാക്കി മാത്രം ചെയ്യാന്നുള്ളതാണ്. ഏതൊരു കമ്പനിയെ കുറിച്ച് വർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്. അതിനിപ്പോൾ EMI മാത്രമല്ല, ഇപ്പോൾ റെഡി പേയ്മെൻ്റ് ആണെങ്കിലും റെഡി പേയ്മെൻറ്റിൽ ഇഷ്ടംപോലെ നമ്മൾ കാണാറുണ്ട്. ഫണ്ട് മുഴുവനായിട്ട് വാങ്ങിയിട്ട് അവർ കാണാനില്ല, അങ്ങനത്തെ കുറേ പരസ്യം ഈ അടുത്ത് പോലെ നമ്മൾ കേട്ടിട്ടുണ്ട്. തൃശ്ശൂർ ഏരിയയിൽ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഏതൊരു വർക്ക് കൊടുക്കുമ്പോഴും അവരെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ പറയാറ്. ഉണ്ട്. ഈ ബിസിനസ് മാറ്റി വെച്ച് ചോദിക്കട്ടെ, ശരിക്കും വീടൊരു അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡെഡ് മണിയാണോ? വീട് എന്നുള്ളത് നമ്മളെ ഫണ്ടിനനുസരിച്ചിട്ട് മാത്രം കാണാം. കാരണം നമ്മളെ അധ്വാനത്തിൽ സമ്പാദ്യത്തിൽ നിന്ന് മാറ്റി വെക്കുമ്പോൾ നമുക്ക് ഭാവിയിൽ അത് ഗുണകരമായിട്ട് മാത്രം. കാരണം ഭാവിയിൽ ചില നമ്മൾ കാണാറുണ്ട്, നമ്മൾ തന്നെ പല കസ്റ്റമേഴ്സും കാണാറുണ്ട്, സ്ഥിരം കാണുന്നതാണ്. കാരണം ഇല്ലാത്ത എമൗണ്ട്, കാരണം ഭാവിയിൽ നമുക്ക് EMI ബാങ്കിൽ നിന്ന് നമ്മൾ സമ്പാദ്യം എത്രയാണോ അതിൽ നിന്ന് വീടുണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ കുറേ ലോൺ എടുത്തിട്ട് പിന്നെ അത് അടക്കാൻ കഴിയില്ലെങ്കിൽ കുറേ ജപ്തി ചെയ്ത് പോകുന്നു, അതിലോട്ട് പോകരുതെന്നാണ് ഞാൻ ഏതൊരു കസ്റ്റമർ സാഹചര്യം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉണ്ടാക്കാം. നമുക്ക് ഒരു ഫാമിലിക്ക് എത്ര ജീവിക്കാൻ എത്ര സ്ക്വയർ ഫീറ്റ് വേണം അതിനനുസരിച്ച് കൂടെ മറ്റുള്ളവൻ്റെ വീട് കണ്ടിട്ട് ആഡംബരമായിട്ട് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചെയ്യാറുണ്ട്. ശരിക്കും ഈ ആവശ്യത്തിനേക്കാൾ കൂടുതൽ ഈ ആഡംബരമാവുന്നത് പലപ്പോഴും അനുകരണങ്ങളാവുമ്പോഴല്ലേ. ഈ അവൻ്റെ വീട് കണ്ടു അതിൻ്റെ മേലെ പൊടിക്ക് വരണം, ചിലപ്പോൾ അത് അയൽവാസികൾ മാത്രമല്ല ബന്ധുക്കളിൽ സംഭവിച്ചേക്കാം. നിങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അത് സാധ്യതയാണ്. എത്രത്തോളം ബഡ്ജറ്റ് കൂടുതൽ കിട്ടും, ഞങ്ങളെ സംബന്ധിച്ച് അത്രയും പ്രോഫിറ്റ് കാര്യം കിട്ടും. പക്ഷേ പ്രവണത ശരിയാണ്. ഞാൻ അവരോട് പറയാറ് അങ്ങനെ ചെയ്യരുത് എന്നാണ്. കാരണം നമ്മളെ സാലറി കാര്യങ്ങൾ കണ്ട് അതെങ്ങനെ EMI അടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാന്നുള്ള. കാരണം അല്ലാതെ അടുത്തുള്ളവൻ്റെ വീട് കണ്ടിട്ട് നമ്മൾ ചെയ്താൽ അവൻ്റെ സാലറി കാര്യങ്ങളെല്ലാം നമുക്ക് അവൻ്റെ ഇൻകം അല്ല നമുക്ക്, നമ്മളെ ഇൻകം എത്രയാണോ വരുന്നത് അതിനനുസരിച്ച് ചെയ്യാന്നുള്ളത് ഫസ്റ്റ്. നമുക്ക് അതിനുള്ളത് ചെയ്യാം. അതല്ലെങ്കിൽ പകുതി ചെയ്ത് വെച്ച് ഇപ്പോൾ 2 ഫ്ലോർ ആണെങ്കിൽ ഒരു ഫ്ലോർ ചെയ്ത് ബാക്കി പിന്നീട് ഭാവിയിൽ ഫണ്ട് ഉണ്ടാവുന്നതിനനുസരിച്ച് ചെയ്യാമെന്നുള്ളതാണ്. അല്ലാതെ കുറേ കടെടുത്തിട്ട് വീട് വെക്കുക എന്നുള്ളതല്ല. വര പറഞ്ഞ് ചെലവാക്കാറുള്ളത് ചെയ്യാറില്ല എന്ന് മാത്രമുണ്ട്.
ഇത്രയും ലോൺ വന്ന് അടവുകളുടെ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ട്, ആരെങ്കിലും അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം വന്നിട്ട് എന്നാൽ നിങ്ങൾ ഇനി ബാക്കി അടയ്ക്കേണ്ടതില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് സിറ്റുവേഷൻ? അല്ലെങ്കിൽ നിങ്ങൾ സഹായം ചോദിച്ചിട്ടുണ്ടോ ഇനി അടയ്ക്കാൻ ഈ 50 മാസം പോരാ, അല്ലെങ്കിൽ ഈ ഒരു മാസത്തവണയിൽ ഇത്രത്തോളം എമൗണ്ട് കുറച്ച് തരണം, അവസ്ഥ അതാണ്? അല്ലെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് മരണങ്ങൾ സംഭവിച്ചേക്കാം, അതിൽ ഗൃഹനാഥന്മാരോ അല്ലെങ്കിൽ ആരാണോ ലീഡ് ചെയ്യുന്ന വരുമാന മാർഗം ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഈ 3 വർഷത്തിനിടയ്ക്ക്? തീർച്ചയായും സാഹചര്യങ്ങൾ ഏതൊരു ഇതിലും ഒരേപോലെ ആവില്ല ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നോ പറഞ്ഞ ഹോസ്പിറ്റൽ കേസൊക്കെ പറഞ്ഞാലും മുന്നോട്ട് വരാം. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി ജെന്യൂൻ കേസ് ആണെങ്കിൽ നമ്മൾ EMI കാര്യങ്ങൾ കുറച്ചും കൂടി കൂട്ടി കൊടുക്കാറുണ്ട്. EMI കൂട്ടി കൊടുക്കുക, കുറച്ച് ഒരു 5-6 മാസം EMI അടക്കാതെ ഭാവിയിൽ അവർക്ക് അടക്കാവുന്ന രീതിയിൽ മാറ്റി ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ പുതിയതായിട്ട് പണിയുന്നത് മാത്രമാണോ, നവീകരിക്കുന്നതിലും ഈ ഓഫർ കിട്ടുമോ? ഇല്ല, നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഓരോ പാക്കേജുകൾ സെറ്റ് ചെയ്തിട്ട് പുതിയ വർക്കുകളാണ്. റിനോവേഷൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും അതിൻ്റെ പിന്നാലെ നടക്കണം. കാരണം അതിന് പുതുതായിട്ട് റീകോട്ട് ചെയ്യണം കാര്യങ്ങൾ. ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ലീഡ്സാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് അതിനുള്ള സ്റ്റാഫുകളില്ല. നമ്മളെ സംബന്ധിച്ച് ഇതാകുമ്പോൾ ഒരു പാക്കേജ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് എത്ര സ്ക്വയർ ഫീറ്റ് ആണോ ഏതാണോ കസ്റ്റമറിന് വേണ്ട പാക്കേജ് അതിൻ്റെ റേറ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ അത്രയും അവിടെ വർക്ക് അത്രത്തോളം കുറഞ്ഞ് കിട്ടുകയാണ് സ്റ്റാഫുകളെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ നമ്മളൊരു നോർമൽ വർക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്തത്. ശരിക്കും ഇതിൽ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേത് പറയാറുണ്ട്, നമ്മൾ വാടകയ്ക്ക് വെക്കുമ്പോൾ ആ വാടക ആക്ച്വലി EMI ആയിട്ട് അടച്ചാൽ മതി, നമ്മുടെ സ്വന്തമാവും. പക്ഷേ അവിടെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്നതിന് ഹ്യൂജ് എമൗണ്ടാണ് അതിൻ്റെ പലിശ കൊടുക്കുന്നത്, അല്ലേ? ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര ഹെവി ആയിരിക്കും. അപ്പോൾ അത് അടച്ചു വരുമ്പോൾ ഒരു എമൗണ്ട് ആയിരിക്കും. ശരിക്കും ഇപ്പോൾ ആണ് ശരിക്കും ആ വാക്യത്തിൽ പറയുമ്പോൾ അത് കുറച്ചുകൂടിയും അത് അക്ഷരാർത്ഥത്തിലാവുന്നത്, അല്ലേ? ഇനി നിങ്ങൾക്കത് ശരിക്കും വാടക കൊടുക്കുന്ന പൈസ EMI ആയിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു ഇത്ര നാൾ കഴിയുമ്പോൾ ആദ്യ എമൗണ്ട് കുറച്ച് കാണണം, പക്ഷേ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സ്വന്തമാക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വലിയ ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ചേർത്ത് വെച്ച് ചോദിച്ചോട്ടെ, ഇപ്പോൾ കേരളത്തിലെ പല വീടുകളും ഒഴിഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് പത്തനംതിട്ട കോട്ടയം സൈഡിലൊക്കെ വീട് താമസമില്ല, പോയി പുറത്ത് കാനഡയിലും UK-യിലും US-ലും ഉണ്ടായിരുന്നവരാണ് ഒഴിഞ്ഞു പോകുന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഇത് ഡെഡ് മണിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് അപ്പുറത്തേക്കായിട്ട് ഈ ആളുകളിലേക്ക് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോക്ക് അത് എങ്ങനെ നോക്കി കാണുന്നത് ശരിക്കും? കാരണം ഇവിടെ ഒരു ജോബ് കാര്യങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ്. ഇവിടെ അത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അത് മനസ്സിലാക്കാത്തതുകൊണ്ട് കുറേ പോകുന്നവരാണ് കൂടുതൽ. ഇപ്പോൾ ഈ കാണുന്ന നമ്മൾ കോട്ടയം ആ ഒരു ഏരിയയിലോട്ടാണ്, സൗത്ത് ഏരിയയിലോട്ടാണ് ഇപ്പോൾ കൂടുതലായിട്ട് വീടുകൾ കാണുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. കാരണം കുറേ വെറുതെ വീട് വെച്ച് കാട് മൂടി കിടക്കുന്നത് പല നമ്മൾ കാണാറുണ്ട്. ഇത് മാത്രം സ്ഥലത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അവരോട് പറയാറ്. ഇത് ശരിക്കും വീട് മാത്രമാണോ ഇതിൽ ഉള്ളത്? ആണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മെട്രോ സിറ്റികൾ പോലുള്ള സ്ഥലങ്ങളിലോ മെയിൻ ടൗണിലാണെങ്കിലോ നിങ്ങൾ ഒരുമിച്ച് ഒരു ഫ്ലാറ്റ് പണിതിട്ട് അത് പകുതി പൈസയ്ക്ക് വാങ്ങി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ടോ? ഇല്ല, നമ്മൾ ലീഗലി കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഓക്കെ. നമ്മൾ ഇപ്പോൾ നോർമലി നമ്മൾ റെസിഡൻഷ്യൽ വർക്ക് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിൽ എന്തെങ്കിലും നല്ലത് ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാത്തവരെ ഇത് വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതായത് അവനോട്ട് ചെയ്യൂല, മറ്റവരെ കൊണ്ട് ചെയ്യിക്കൂല എന്നുള്ള പറഞ്ഞ പോലെ. അപ്പോൾ ഇതാരെങ്കിലും ഈ മുടക്കാൻ ആയിട്ട് ഇതിന് അഗെയിൻസ്റ്റായി നിൽക്കുന്നവരോ പാര വയ്ക്കുന്നവരുണ്ടോ? തീർച്ചയായും ഉണ്ടാവില്ല. ഏതൊരു ഫീൽഡിലും ഏതൊരു ഇതുണ്ടാവും. നമ്മൾ കമന്റ് ബോക്സിൽ കാണാം വെറുതെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറയാനായിട്ടിരിക്കുന്നവർ. അവരത് പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ വേണ്ടി ചെയ്യാറില്ല. നമ്മൾ അവരോടൊക്കെ പറയാം നമ്മളെ കുറിച്ച് അന്വേഷിക്കാം, നമ്മളെ സൈറ്റ് പോയി കാണാം. അങ്ങനെ നെഗറ്റീവ് പറയുന്നതോട് നമ്മൾ ഇത് മാത്രമാണ് പറയാറുള്ളത്. നമ്മളെ സൈറ്റ് പോയി കാണാം, കംപ്ലീറ്റ് ചെയ്ത സൈറ്റുകളുണ്ടാവും. ഇതെല്ലാം അന്വേഷിച്ചിട്ട് മാത്രം നമ്മളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യാന്നുള്ളതാണ്. ഉണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ നവമാധ്യമങ്ങളിൽ വരുന്ന കമൻസ് ഒന്നും നോക്കേണ്ടതില്ല. ഇതല്ലാതെയുള്ള എൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ച കണ്ടിട്ട് പാരങ്ങൾ അഭിമുഖീകരിക്കാറുണ്ടോ? നമ്മളെ കൂടുതലായിട്ട് നോക്കാറില്ല. ഇല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക, അത് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. നമ്മൾ ബിസിനസ് മാത്രമേ നമ്മളിതിൽ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറ് പോലും ഇല്ല. മനുഷ്യന് എത്രത്തോളം സമ്പത്ത് ഉണ്ടായി കഴിഞ്ഞാലും അവന് ഏറ്റവും കൂടുതൽ വേണ്ട സമാധാനം എന്ന് പറയും. ഫസൽ റഹ്മാന് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റാറുണ്ടോ? തീർച്ചയായും ഉണ്ട്. കാരണം ഒരു ലെവലിൽ നമ്മൾ ബിസിനസ്സിനെ മാത്രം കണ്ട് ബാക്കി നമ്മൾ എൻജോയ്മെൻറ്റ് കാര്യങ്ങൾ കണ്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഓട്ടം കൂടുമ്പോൾ പേഴ്സണൽ ലൈഫിൽ എത്രത്തോളം സമയം കൊടുക്കാൻ പറ്റുന്നുണ്ട് ശരിക്കും? പേഴ്സണൽ ലൈഫിൽ ഉപരി ഇപ്പം നമ്മളൊരു ബിസിനസ് കാര്യങ്ങളോട്ട് ഇറങ്ങിയതാണ്. കാരണം അതിന് പ്രയോറിറ്റി ഫസ്റ്റ് ബിസിനസ്, പിന്നെ ബിസിനസ്സാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് പേഴ്സണൽ ലൈഫ്. കാരണം പേഴ്സണൽ ലൈഫ് ഉണ്ടെങ്കിൽ ബിസിനസ്സിനെ നോക്കാൻ കഴിഞ്ഞിട്ടില്ല, ബിസിനസ് ഇല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് ഇല്ല. കാരണം നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ബിസിനസ് മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് സെക്കൻഡ് പ്രയോറിറ്റി മാത്രമാണ്
നമ്മൾ പേഴ്സണൽ ലൈഫ് കാര്യങ്ങൾ കൊടുക്കുന്നു. നമുക്ക് രണ്ട് രീതിയിലേക്ക് ഇത് ബാധിക്കും. നേരത്തെ പറഞ്ഞ സമാധാനക്കേട്, ഒന്ന് നമ്മുടെ ബിസിനസ് വളർന്ന് നമുക്ക് ലാഭം കൂടിയാലും ഒരു സമാധാനക്കേട് വരും. നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ള ചിന്ത പോകും. ഇന്നതല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ഇത്രത്തോളം വ്യാപകമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും തിരിച്ച് ഈ പൈസ വരുമോ എന്നുള്ള ടെൻഷനും നമുക്ക് ഉണ്ടാവും എന്നുള്ളത്. ഈ രണ്ട് പ്രശ്നങ്ങളും ഫസൽ റഹ്മാൻ അലട്ടുന്നില്ല. ഞാൻ സമാധാനമായിട്ട് സുഖമായി കിടന്ന് ഉറങ്ങുന്നുണ്ട് അല്ലേ? ഉണ്ട്. ഇത്തരത്തിൽ വരുന്ന സംരംഭകർക്ക് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരുന്നവർക്ക് കൊടുക്കാനുള്ള ഫസൽ റഹ്മാൻ്റെ ഒരു ഉപദേശം എന്താ ശരിക്കും? ബിസിനസ് ഏതാണെങ്കിലും ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള നമ്മൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഒക്കെ നല്ല രീതിയിൽ വേണ്ട കാര്യങ്ങൾ സപ്പോർട്ട് കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. കാരണം എല്ലാവരും ഇതിലോട്ട് വരാമെന്നുള്ളതാണ്. ബിസിനസ്സും വർക്ക് ചെയ്യാമെന്ന് മാത്രമല്ല അവർക്ക് നല്ല ഐഡിയാസ് കാര്യങ്ങളുണ്ട്. ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ തന്നെയാണ് എല്ലാവരും പറയാറ്. ഉണ്ട്. ഈ ഇതിലോട്ട് വരുന്ന സമയത്ത് ബിൽഡേഴ്സ് ആവുന്ന സമയത്ത് കുറച്ചും കൂടി അതിലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് യുണീക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ചിലപ്പോൾ വർക്കിൻ്റെ ക്വാളിറ്റിയിലായിരിക്കാം, ഡിസൈനിലായിരിക്കാം, നമ്മൾ ചെയ്യുന്ന സമയം ഇതുമായിട്ട് ചെയ്ത് തീർക്കുന്നതിലായിരിക്കാം, അങ്ങനെ അട്രാക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നിടത്തു നിന്ന് മാത്രം അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിച്ചേ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വന്ന് തുടങ്ങി വെച്ച് എന്താ പറയുക, ഇത് എവിടെയെങ്കിലുമൊക്കെ ഒരു ഒരു റീതിങ്ക് ചെയ്യേണ്ട അവസ്ഥ വരുന്നത് എപ്പോഴായിരിക്കും? റീതിങ്ക് കുറേ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളെപ്പോഴും ചിന്തിക്കുന്ന അടുത്തത് എന്താണ് ആക്ച്വലി അടുത്തത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഫസ്റ്റ് നമ്മൾ ഒന്നും കൂടി കൂടുതൽ ഏരിയ ഫോക്കസ് ചെയ്യുക ഈ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ വെബ്സൈറ്റ് കാര്യങ്ങൾ, ആപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. കൺസ്ട്രക്ഷൻ മൊത്തം കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ആപ്പ്, ERP സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. കാരണം എപ്പോഴും നമ്മളൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് എപ്പോഴും നെക്സ്റ്റ് അടുത്ത ഇതിലോട്ട് മുന്നോട്ട് പോകുന്നത്. ഇതൊരു ലെവലിലെത്തിയാൽ അടുത്ത സ്റ്റാഫുകളെ ഏൽപ്പിച്ച് നമുക്ക് അടുത്ത ബിസിനസ്സിലോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നമ്മൾ ചിന്തിക്കുക എന്നുള്ള സാധനം. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ട്. ആ കുറേ പേരിൽ വീടില്ലാത്തവർ കുറച്ചധികം പേരുണ്ടായിരിക്കാം മേ ബി. ഓക്കെ, ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊരു ആശ്വാസവും പ്രതീക്ഷയൊക്കെയാണ്. അത്തരത്തിൽ നിങ്ങളെ സമീപിക്കേണ്ടത് എപ്രകാരമാണ്, എങ്ങനെയാണ് ഒന്ന് വിവരിക്കാമോ? ജസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കസ്റ്റമർ കെയറിലോട്ട് വിളിക്കുക എന്നുള്ളതാണ്. കസ്റ്റമർ കെയറിലോട്ട് വിളിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് നമ്മൾ മാർക്കറ്റിംഗ് സ്റ്റാഫ് അവരെ അറ്റൻഡ് ചെയ്ത് അവർക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ആ ഒരു പ്ലാൻ അനുസരിച്ച് ഇവർ കോട്ട് ചെയ്ത് കൊടുക്കും. അതല്ലെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ കസ്റ്റമർ കെയർ നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ വൈറ്റ് ഹോംസ് ഫോ എന്നുള്ള രീതിയിലേക്ക് എന്താ നമ്മുടെ വെബ്സൈറ്റ് whitehomesfor.in എന്നുള്ള ആണല്ലേ? ഓക്കെ, സൈറ്റിൽ കയറുക, അല്ലെങ്കിൽ ഗൂഗിൾ കാര്യം സെർച്ച് ചെയ്യുക. നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അതിൽ ഇതായതിനു ശേഷം ഫസ്റ്റ് ഓഫ് ഓൾ പ്ലാൻ എലിവേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് കോട്ട് ചെയ്ത് കൊടുക്കും. അതല്ലെങ്കിൽ പ്ലാൻ മുതൽ എലിവേഷൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്ത് അതിനൊരു കോട്ട് ചെയ്ത് അതിന് ബഡ്ജറ്റ് ചെയ്തതിന് ശേഷം എഗ്രിമെൻറ്റ് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അത് ജസ്റ്റ് എഗ്രിമെൻറ്റ് കാര്യങ്ങളുണ്ടാവും. അത് സൈറ്റിൽ പോയി എഗ്രിമെൻറ്റ് ചെയ്ത് വർക്ക് എടുക്കുന്നുള്ളൂ. ഇങ്ങനെയാണ് ഒരു പ്രോസസ്സ് വരുന്നത്. ഇപ്പോൾ സംശയം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നുന്നുണ്ടാവും ഞാൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കയ്യിൽ കരുതുക എന്നുള്ളത്. ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഒരു EMI ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആകുമ്പോഴാണ് നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സ് വേണ്ടത്. ജസ്റ്റ് പ്രോമിസറി നോട്ട് സൈൻ ചെയ്ത് തരാമെന്നുള്ളത് മാത്രമാണ്. പിന്നെ ഓട്ടോ ഡെബിറ്റിൻ്റെ കാര്യങ്ങൾ, പിന്നെ ID പ്രൂഫ്, ഇത്ര മാത്രം ഡോക്യുമെൻറ്റ്സ് വരെ. ഇപ്പം സമീപിച്ചാൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ തുടങ്ങി വെക്കുമോ അതോ സമയം എടുത്തിട്ടാണെങ്കിൽ നമുക്ക് 1 വീക്ക് കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പ്ലാനും പെർമിഷനൊക്കെ ഓൾറെഡി സെറ്റ് ആയതാണ്. NOC എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല അവരുടെ സൈഡിൽ നിന്ന് പ്ലാൻ സൈഡും നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് കൊടുക്കുമോ? ഇൻ കേസ് കസ്റ്റമർ എടുത്ത് പ്ലാനും എലിവേഷനും അതിൻ്റെ പെർമിഷനും കാര്യങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ 1 വീക്ക് കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. അതല്ല സ്റ്റാർട്ടിങ് മുതൽ വരണമെങ്കിൽ അതിൻ്റെ ടൈം പീരീഡും കൂടി അഡീഷണൽ വരും. നമുക്ക് പ്ലാന് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് അതിൻ്റെ എലിവേഷൻ ചെയ്ത് അതിൻ്റെ പെർമിഷൻ എടുക്കണമെങ്കിൽ പെർമിഷൻ എടുത്ത് ആ ഒരു ടൈം പീരീഡിൽ പെർമിഷൻ കിട്ടിയാൽ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം പറ്റും. ശരിക്കും ഇങ്ങനെ ഈ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്ന പരസ്യങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. അത്തരത്തിൽ ഒരു നിബന്ധനകളും മറഞ്ഞിരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എല്ലാ ഇൻ്റർവ്യൂവിലും എല്ലാ കാര്യം തുറന്ന് പറയുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്ന് പറയുന്നുണ്ട്. നമ്മളെ അഗ്രിമെൻ്റ് അങ്ങനത്തെ ഒരു അഗ്രിമെൻ്റാണ്, മലയാളത്തിലാണ്. എല്ലാ കണ്ടീഷനും നമ്മൾ ആ അഗ്രിമെൻറ്റിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ തന്നെ നമ്മൾ വെബ്സൈറ്റിൽ തന്നെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എത്ര സ്ക്വയർ ഫീറ്റ് മുതലാണ്, എങ്ങനെയൊക്കെ റൈറ്റ് വരുന്നത്, ഓരോ ജില്ലയിൽ എങ്ങനെയൊക്കെ റൈറ്റ് വരുന്നത് എല്ലാം നമ്മൾ ആരെങ്കിലും വീട് പണിയാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ സമയത്ത് ഞങ്ങൾക്ക് സ്ഥലമല്ല, സ്ഥലത്തിനും ഇങ്ങനെ ഒരു അനുകൂലം തരുമെന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ഇതില്ല, നമ്മൾ സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമാണ് ചെയ്യാറ്. മനസ്സിൽ മറ്റേ ആടാ ഞാൻ എനിക്ക് ഈ സ്ഥലം കൂടി തരാടാ എന്ന് പറയുന്ന ഒരു ഇന്നർ വോയിസ് സംഭവം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ചോദിക്കാറുണ്ടല്ലോ. ഞാൻ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ കമന്റ് ബോക്സിലൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. കുറേ മെസ്സേജുകൾ വരാറുണ്ട്. കാരണം അത് നമുക്ക് എന്തായാലും കഴിയില്ലല്ലോ. അതെ, സ്ഥലം എടുത്തതിന് ശേഷം
ഒരു ഹാഫ് എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ചെയ്യാം. ഇപ്പോൾ കുറേ ഇപ്പോൾ ആശ്വാസം നടക്കുന്ന കുറേ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വയനാട്ടിലുണ്ടായിട്ടുള്ള കുറേ വീടുകൾ പണിത് കൊടുക്കാനുള്ള കുറേ സംഘടനകളും ഗവൺമെൻറ്റും ഒക്കെ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ പലരും സ്ഥലം കൊടുക്കാം, വീട് വയ്ക്കുക എന്നുള്ള രീതിയിലേക്കാക്കുന്നുണ്ട്. ഇപ്പോൾ ചിലവർക്ക് ആ വീട് വയ്ക്കുന്നതിന് ഫണ്ടില്ലാത്തവരുണ്ട്, ചിലവ് കുറവായിട്ട് സമയം വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും പദ്ധതിയുമായിട്ട് ആരെങ്കിലും സമീപിച്ചിട്ടിരുന്നോ? ഇല്ല, അത്തരത്തിലുള്ള രീതികളിൽ ആരും ഉണ്ടായിട്ടില്ല. ശരിക്കും എനിക്ക് തോന്നുന്നു കുറച്ച് സമയം എടുത്തിട്ട് ആരെങ്കിലും സ്ഥലം കൂടി ഇല്ലാത്തവരാരെങ്കിലും അങ്ങനെ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അവർക്കൊരു സമയം അല്ലേ, ഒരു 4.5 വർഷത്തോളം സമയം കിട്ടുന്നുണ്ട് അല്ലെ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിരുന്നത്. ഇത്രയും വലിയൊരു ആശയം കൊണ്ടുവന്ന ഫസ്റ്റ് റഹ്മാനെ വൈറ്റ് ഫോംസ് ഫോറിലൂടെയാണ് അറിയാം. ഇതല്ലാത്തൊരാൾ എന്താണ്, എവിടെയാണ് സ്വദേശം, എന്താണ് പറയൂ? സ്വദേശം തിരൂരാണ്, മലപ്പുറം ജില്ലയിലെ തിരൂരാണ് സ്ഥലം വരുന്നത്. പഠിച്ചത് സിവിൽ പോളിടെക്നിക്കാണ് പഠിച്ചത്. ഓക്കെ, കാര്യങ്ങളാണ് വരുന്നത്. ഉണ്ട്. കൊച്ചിലെ തൊട്ടിട്ട് ഇതാണോ ഒരു ഭ്രമം, ഈ ഒരു മേഖലയിലോട്ട് വരണം എന്നായിരുന്നു കുറച്ചുകൂടി ഇഷ്ടം? സിവിൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിൽ തന്നെയാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ പാർട്ട്നേഴ്സും കൂടി വരുന്നുണ്ട്. നിയാസ് എന്നാണ് പേര് വരുന്നത്. പെരുന്തൽമണ്ണാണ് സ്ഥലം വരുന്നത്. ഒരു കൂടുതലായിട്ട് ഓപ്പറേഷൻ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞാനും ബ്രാൻഡിങ് മാർക്കറ്റിംഗ് കാര്യങ്ങളാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഒരു ഫേസ് മാത്രമായിട്ട് കാണുന്നത്. ഒരു കൂടുതലായിട്ട് വരാറില്ല. ഓക്കെ, നമ്മൾ മുഖമായിട്ട് നിൽക്കുന്ന ആളവിടെ ഉണ്ട്. രണ്ടുപേരും 2 മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? ഒരാൾ ഓപ്പറേഷൻ സൈഡും മറ്റൊരാൾ ഒരു സൈഡും ഉണ്ട്. ഇത് പറഞ്ഞ പോലെ കുറച്ച് നിന്ന് കഴിഞ്ഞാൽ പൈസയ്ക്ക് തിരിച്ചു വാങ്ങാന്നുള്ള രീതിയിലേക്ക് ഭയങ്കരമായിട്ട് ഭീകര രൂപമല്ല, ഭയങ്കര ഒരു പാപം സാധുവായിട്ടുള്ള രൂപമാണ്. ഇത് കണ്ടാൽ കുറച്ച് പേടി തോന്നുന്നുണ്ട് പൈസ തിരിച്ചു കിട്ടുന്നത്. അങ്ങനെ ഉണ്ടോ? നമ്മളെ വിശ്വാസമാണ് എല്ലാ കസ്റ്റമറും നമ്മളെ സംബന്ധിച്ച് ആ രീതിയിൽ തന്നെയാണ് നമ്മളെല്ലാവരും കാണുന്നത്. ഉണ്ട്. അപ്പോൾ ഇത്രയും മാതൃകാപരമായിട്ടുള്ള തീരുമാനം എടുത്തു എങ്കിൽ ഇനി മനസ്സിലുള്ള അത്തരത്തിലുള്ളൊരു ആശയം സ്വപ്നം എന്താ ഇനി? ബിസിനസ് തന്നെയാണ്. ബിസിനസ്സിൻ്റെ അടുത്തൊരു വളർച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കുടുംബം ഇതിലുണ്ടോ, ബിസിനസ്സിൽ ആയിട്ടുണ്ടോ, ഫാമിലി ആയിട്ട്? ഇല്ല, നമ്മളായിട്ട് തുടങ്ങി വെച്ച കാര്യം നമ്മളായിട്ട് തുടങ്ങി വെച്ചതാണ്. ആണ്. വിവാഹിതരാണോ? ഇല്ല, സിംഗിളാണ്. അല്ല, ഇതിലാണ് ഇപ്പോൾ ബിസിനസ്സാണ് ഇപ്പോൾ അല്ലേ ഫോക്കസ്, പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഭവം എന്നുള്ള രീതിയിലേക്ക് അതാണ്. ആൻഡ് കുറേയും കൂടിയും ഫസ്റ്റ് റഹ്മാൻ ഇതിൻ്റെ ഓണർ അല്ല, അതിൻ്റെ MD അല്ലാതെ പുറത്തുനിന്ന് വീക്ഷിക്കുന്ന സമയത്ത് വൈറ്റ് ഫോംസ് ഫോർ എത്രത്തോളം അട്രാക്റ്റ് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് നമ്മുടെ സ്കീം തന്നെയാണ്. അവരെ സംബന്ധിച്ച് പകുതി എമൗണ്ട് അടച്ചാൽ മതി. നമ്മൾ പിന്നെ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. ആപ്ലിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ഒരു ആപ്ലിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പേയ്മെൻറ്റ് സ്റ്റേജസ്, ഫോട്ടോസ്, വീഡിയോസ്, അതിന് വേണ്ട ഡ്രോയിങ്സ്, കാര്യങ്ങൾ, ഡെയിലി വർക്ക് സ്റ്റാറ്റസ്, ഇന്ന് വർക്കേഴ്സ് ഉണ്ടോ, ലെവൽസ് ഉണ്ടോ, അങ്ങനെയുള്ള നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെ നമുക്കുണ്ട്. ഹോംസ് ഫോറിനുണ്ട്. അതിൻ്റെ ഇത് തന്നെയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതുപോലെ ലൈവ് ക്യാമറ ആക്സസ് കാര്യങ്ങൾ, അതെല്ലാം തന്നെയാണ് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മളെ ഒരു അട്രാക്റ്റീവ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഇത്രയും വർക്കുകൾ ചെയ്തു, മാസം 30-50 വർക്കുകളുണ്ട്, 13 പ്രൊജക്റ്റ് മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന റണ്ണിങ് ആണ് എന്നുള്ള സാധനം. പക്ഷേ എപ്പോഴെങ്കിലും വേണ്ടി വന്നിട്ടുണ്ടോ ഈ വർക്ക് കഴിഞ്ഞവരെ മുഖ്യധാരയിലോട്ട് കൊണ്ടുവരണം, അവരുടെ ഒരു ഫീഡ്ബാക്ക് പുറത്തോട്ട് കൊണ്ടുവരണം? കാരണം ഇതിലൊരു വിശ്വാസ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളൊരു സംശയം ആളുകളിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ തയ്യാറായിട്ടുണ്ടോ, അല്ലെങ്കിൽ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. പക്ഷേ നമുക്കിതെല്ലാം കൂടി ഇപ്പോൾ കഴിയുന്നില്ല. കാരണം വർക്കിന് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി മാർക്കറ്റിംഗ് കാര്യങ്ങളായതുകൊണ്ട് അതിനും ഹാൻഡ് ഓവർ കാര്യങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. പല വർക്കുകളുണ്ട്. അവിടുന്ന് അത്യാവശ്യം റെഫറൻസ് കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഏരിയ വർക്ക് വന്നാൽ പിന്നെ ആ ഏരിയ മാത്രമായിരിക്കും നമുക്ക് കൂടുതൽ വർക്ക്. കാരണം ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കും, പിന്നെ ആ ഏരിയയിൽ നിന്ന് അത്യാവശ്യം വർക്ക് കിട്ടാറുണ്ട്. കാരണം ആ വർക്ക് കണ്ടതിന് ശേഷം അങ്ങനെ തന്നെ നമുക്ക് തിരൂർ, കോട്ടക്കൽ ഈ ഏരിയയിൽ തന്നെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. മലപ്പുറം ജില്ലയിൽ മാത്രം ഏകദേശം പകുതി പ്രൊജക്ട് മലപ്പുറം ജില്ലയിലാണ്. 150 പ്രൊജക്റ്റും മലപ്പുറം ജില്ലയിലാണ്. 100 പ്രൊജക്ട് ഉണ്ടെങ്കിൽ അതിൽ 150 പ്രൊജക്റ്റും മലപ്പുറം ജില്ലയിലാണ്. അത് അത്രയും വർക്ക് ഉണ്ട്. ആ ഏരിയയിൽ വർക്ക് കണ്ടതിന് ശേഷം മാത്രം വരുന്നതാണ്. ഒരു വർക്ക് കാണുമ്പോഴാണ് നമുക്ക് അടുത്തൊരു വർക്ക് കിട്ടുന്ന ആ ഏരിയയിൽ നിന്ന്. ആ വർക്ക് ഉണ്ട്. അത്രയും റെഫറൻസ് കാര്യങ്ങൾ, കസ്റ്റമർ നല്ല സപ്പോർട്ടാണ്. ആ ഏരിയയിലെ എല്ലാ കസ്റ്റമേഴ്സും, ആ ഏരിയ എന്നല്ല എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് നല്ല സപ്പോർട്ട് കാര്യങ്ങൾ തരുന്നുണ്ട്, റെഫറൻസും തരാറുണ്ട്. ഇത്തരത്തിലുള്ള അട്രാക്ട് ചെയ്യുന്ന പോയിന്റ് അല്ലാതെ നമ്മുടെ ഒരു സൈറ്റ് കണ്ട് വീട് കണ്ടിട്ട് ഈ വീട് കൊള്ളാലും ഇത് ആരെ ചെയ്തേന്ന് ചോദിച്ചിട്ട് വരുന്ന ലീഡുകളുണ്ട്. അങ്ങനെയും വരാറുണ്ട്. അതിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷനിൽ ഏകദേശം 400-ഓളം പ്ലാനും അതിൻ്റെ മോഡൽസും ഉണ്ട്. അത് കണ്ടിട്ട് അങ്ങനെ വരാറുണ്ട്. ഞങ്ങൾക്ക് ഈ പ്ലാന്, ഈ മോഡൽ ഇഷ്ടപ്പെട്ട് അതുപോലെ ചെയ്തു തരണം, EMI എല്ലാത്തിനും അങ്ങനെ വരാറുണ്ട് വീട് കണ്ടിട്ട്. അതായത് ഇങ്ങനെ ഓപ്പൺ ഇതൊന്നും വേണ്ട, പൈസകൾ തരാം, പക്ഷെ നിങ്ങളുടെ വർക്ക് എനിക്ക് ഇഷ്ടമായി, അതുകൊണ്ടാണ് സമീപിക്കുന്നതെന്ന് പറയാറുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം EMI മാത്രമല്ല, നമുക്ക് അതല്ലാത്ത കസ്റ്റമേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഒരു EMI മാത്രമല്ല, EMI എന്ന് പറഞ്ഞാൽ ലീഡ്സ് ഉണ്ടാക്കാന്നുള്ള. ഈ ലീഡ്സ് ഇവരെ സംസാരിച്ച് വിളിച്ച് നോക്കുമ്പോൾ ചിലവരെ സംബന്ധിച്ച് ഫണ്ട് ഉണ്ടാവും. ഇപ്പോൾ റെഡി പേയ്മെൻറ്റ് തന്നെ ചെയ്യാറുണ്ട്. നമുക്ക് എല്ലാം EMI അല്ല, ഏകദേശം ഒരു
20% അല്ലെങ്കിൽ 25% ഇവിടെ റെഡി പേയ്മെൻറ്റ്, ബാക്കി ഒരു 75% മാത്രമാണ് EMI ആയിട്ട് ചെയ്യുന്ന കസ്റ്റമറുണ്ട്. 25% ഇതാണ്. അപ്പോൾ അതിൻ്റെ റോളിംഗ് കൊണ്ട് എല്ലാന്ന് പറയില്ല അത്ര ലീഡ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ ഒപ്പം മൗത്ത് പബ്ലിസിറ്റി കൂടി കിട്ടുന്നുണ്ട്, ചെയ്ത് കിട്ടിയവരുടെ വിശ്വാസവും പരക്കുന്നുണ്ട്. പക്ഷെ തുടക്കത്തിൽ അത് ഉണ്ടാവില്ല. തുടക്കത്തിൽ ഇത് ഇങ്ങനൊരു സാധനം തുടങ്ങി വെച്ച സമയത്ത് ഏറ്റവും പ്രതിസന്ധി നേരപ്പെട്ടൊരു മോശം കമൻറ്റോ അഭിപ്രായമോ എന്തായിരുന്നു? ഫസ്റ്റ് നമ്മൾ ഏതൊരു കൺസ്ട്രക്ഷൻ കമ്പനി അല്ലെ ഏതൊരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മസ്റ്റ് പ്രശ്നങ്ങൾ ഇത് തന്നെയാണ്. ഒരു സൈറ്റ് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരു 1-2 മാസം നമ്മൾ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ലീഡ്സ് കാര്യങ്ങൾ വന്ന് ക്ലോസ് ചെയ്ത് പിന്നെ ആ വർക്ക് കണ്ടതിന് ശേഷം പിന്നീട് അത്യാവശ്യം വർക്ക് വന്നു. കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു അപ്രിസിയേഷൻ ഏതായിരുന്നു? ഇത്തരം ഒരു ആശയത്തിന് കിട്ടിയിട്ടുള്ള ആരുടെ സൈഡിൽ നിന്നായിരുന്നു? എന്തായിരുന്നു ആ വാക്ക്? കസ്റ്റമർ ഭാഗത്ത് തന്നെ. കാരണം ഈ ഒരു ഇത്ര ടൈം കൊണ്ട് അവർ കയറിയിരിക്കുക, ചിലരെ സംബന്ധിച്ച് കല്യാണം കഴിയാൻ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരു 6 മാസം കൊണ്ട് കല്യാണം ഉറപ്പിച്ച് വെച്ച് അതുകൊണ്ട് ഇത്ര ഇപ്പോൾ എമൗണ്ട് കൊണ്ട് തീരാന്നുള്ളത്, അതല്ലെങ്കിൽ ഉമ്മാക്ക് വഴിയാതെ കിടക്കുന്നവർ അങ്ങനെയൊക്കെ ഉണ്ടാവും. അവർ സ്വപ്നമായിരുന്നു. അങ്ങനെ കുറേ നമ്മൾ കീ ആൻഡ് ഓവറിന് പോകുമ്പോൾ കേൾക്കാറുണ്ടെന്നുള്ളതാണ്. ഫൈനലി എനിക്ക് തോന്നുന്നു ഇത്രത്തോളം സമയത്തുള്ളിൽ, കുറച്ച് സമയത്തിൽ 3 വർഷത്തിനുള്ളിൽ തന്നെ ഇത്രത്തോളം വീടുകൾ, ആ വീടുകളിലൂടെ തന്നെയാണ് നിങ്ങളുടെ ആ വിശ്വാസ്യത മറ്റുള്ളവരിലേക്ക് എത്തും എന്നുള്ള സംഭവം കൂടി അല്ലേ? അപ്പോൾ ഇത് ശരിക്കും വ്യാപിക്കേണ്ട കാര്യങ്ങളാണ്, കുറേ പേരിലേക്ക് എത്തേണ്ട ഒരു സംഭവം കൂടി തന്നെയാണ്. അപ്പോൾ സമീപിക്കാനുള്ള ഓൾറെഡി ബൈറ്റ് ഹോംസ് 4 എന്നുള്ള സൈറ്റിലേക്ക് ഓൾറെഡി നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കസ്റ്റമർ കെയർ അല്ലെ അവർ നിങ്ങളെ സമീപിക്കും, നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്തു തരും. ഉണ്ട്. യെസ്. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. ഞാൻ ഈ വിജയയാത്ര തുടരട്ടെ. എല്ലാവിധ ഭാവങ്ങളും. തീർച്ചയായിട്ടും.